അവന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിന്റെ ദാസൻ ദൈവസഭ ഏവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പക്ഷെ ഓഡിയോ ക്ലിയർ ആണോ? താങ്ക് യു. ക്ലിയർ. ഇന്ന് രാത്രിയിൽ ഒന്നിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ഉപവാസ പ്രാർത്ഥനയുടെ പിന്നിട്ട ദിവസങ്ങളിൽ നിന്ന് ഇന്ന് രാത്രിയിൽ നമുക്ക് ഒന്നിച്ചായിരിക്കാൻ കർത്താവ് തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സഭയുടെ ഉപവാസ പ്രാർത്ഥനയുടെ 8ാമത്തെ ദിവസമാണ്. കർത്താവ് ദൈവദാസനെയും സഭയെയും എല്ലാ കുടുംബങ്ങളെയും കർത്താവ് ആദരിക്കട്ടെ. എൻ്റെ സഹോദരനായ പ്രിയ രഞ്ജിത്തിനായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് ഇന്ന് രാത്രിയിലായിരിക്കാൻ ദൈവത്താൽ ഒരുക്കപ്പെട്ട നല്ല അവസരങ്ങൾക്കായിട്ട് സ്തോത്രം. ഇതിനു മുൻപും പാസ്റ്റർ ഓർപ്പിച്ച പോലെ ഒരു ഫാസ്റ്റിംഗ് പ്രേയറിൽ ദൈവത്തിൻ്റെ വചനം സംസാരിപ്പാൻ കർത്താവ് എനിക്ക് നൽകിയ കൃപയ്ക്കും പ്രാപ്തിക്കും നിയോഗങ്ങൾക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും നമുക്കറിയാം, സംഭവങ്ങളെ കൊണ്ട് നിറയുന്ന, പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റിൽ വളരെ ഭയമുളവാക്കുന്ന ഒരുപാട് വിഷയങ്ങളുടെ നടുവിൽ ആമേൻ, ഒരുപക്ഷെങ്കിൽ ഇന്ത്യയിലുള്ളവരെക്കാൾ മിഡിൽ ഈസ്റ്റിലുള്ള ആളുകൾ അല്പം ആശങ്കയോടെ അപ്പോൾ തന്നെ ഒന്നുകൂടെ ദൈവത്തോട് അടുക്കാനും പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിലായിരിക്കാനും ഒക്കെ ലഭിക്കുന്ന അവസരങ്ങൾക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരു കാര്യത്തിൽ വളരെ ഉറപ്പാണ്, നമ്മുടെ കർത്താവ് അറിയാതെ നമ്മുടെ ലൈഫിൽ ഒന്നും സംഭവിക്കത്തില്ല. നമ്മുടെ കർത്താവ് സമ്മതിക്കാതെ നമ്മുടെ കാലുകൾ കല്ലിനോട് തട്ടില്ല. നമ്മുടെ കർത്താവ് അനുവാദം കൊടുക്കാതെ നമ്മുടെ തലയിലെ ഒരു രോമവും താഴെ വീഴില്ല. അമ്മ, ഞാൻ എപ്പോഴും എൻ്റെ സഭയിലെ ചിലപ്പോൾ ചില കുടുംബങ്ങളെ, വിശ്വാസികളെ ഉറപ്പിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസവും വളരെ സീനിയറായൊരു പാസ്റ്ററുമായി ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില വൈഷമ്യങ്ങളുടെ നടുവിൽ അദ്ദേഹം കടന്നു പോകുന്ന ഒരു പ്രതിസന്ധിക്കകത്ത് ഞാൻ അദ്ദേഹത്തോട് പെട്ടെന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. പാസ്റ്ററെ, ഒരു മനുഷ്യനിൽ നിന്നും 6000 ഭൂതങ്ങൾ ഇറങ്ങി വെളിയിൽ നിൽക്കുമ്പോൾ യേശുവിനോട് ഭൂതങ്ങൾ അല്ല ഭൂതാത്മാക്കൾ ചോദിക്കുകയാണ്, റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഞങ്ങൾ ആ പന്നികളിലേക്ക് കടന്നോട്ടെ. സ്തോത്രം. അപ്പം ഞാൻ ചോദിച്ചു, പാസ്റ്ററെ, കേവലം പന്നികളിൽ ഭൂതാത്മാവിന് പ്രവേശിക്കാൻ കർത്താവിൻ്റെ അനുവാദം ആവശ്യമാണെങ്കിൽ, നമ്മളെ തൊടണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകണമെങ്കിൽ നമ്മുടെ കർത്താവ് അനുവാദം കൊടുക്കാതെ ഒന്നും സംഭവിക്കത്തില്ല. ഇന്ന് രാത്രിയിൽ ഉപവാസത്തിൻ്റെ 8ാമത്തെ രാത്രിയിൽ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന പ്രത്യേകിച്ചും ഈ സഭയിലെ കുടുംബങ്ങളോട് കർത്താവ് പറയുന്നു, ധൈര്യപ്പെട്ടിരിക്കുക, ഉറപ്പായിരിക്കുക, ബലപ്പെട്ടിരിക്കുക. എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കത്തില്ല. ഞാൻ ഒരു സാക്ഷ്യം പറയാം. ദീർഘവർഷങ്ങളുടെ പുറകിൽ ഞാൻ എൻ്റെ സാക്ഷി ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അന്ന് പെന്തക്കോസ്തിൻ്റെ സത്യങ്ങളോ സഭയുടെ ഉപദേശങ്ങളോ ഇത്രത്തോളം അറിയാതിരുന്ന ഒരു ആത്മീയ ശൈശവത്തിന് നടുവിൽ ഞാൻ അന്ന് ചുവടുകൾ എടുത്തു വെച്ചു. വിശ്വാസത്താൽ വലിയ റിസ്ക് എടുത്തു. ഒരു പ്രവർത്തനം ആരംഭിച്ചു. രാത്രിയിൽ ഒരു വീട്ടിലെ പ്രേയർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ, ഒരു വേനൽ സമയമാണ്. ഞാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ വീടിനോട് എടുക്കുന്ന സമയത്ത് ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. അന്ന് CFL-ഉം LED-യും ഒന്നും ഇറങ്ങിയ സമയമല്ല. സാധാരണ മറ്റേ നമ്മുടെ പഴയ ബൾബ് കത്തുന്ന സമയമാണ്. പക്ഷെ ഒരു കാര്യം സംഭവിച്ചു. ഞാനൊരു പോസ്റ്റിലേക്ക് അടുക്കുമ്പോൾ ഒരു കൊച്ചു വെട്ടം അവിടെയുണ്ട്. പക്ഷേ പെട്ടെന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, കാല് വെക്കരുത്. ഞാൻ നോക്കി, എൻ്റെ ഇടതുകാൽ റോഡിലും എൻ്റെ വലതുകാൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. പെട്ടെന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി, എന്തോ കർത്താവ് എന്നെ കരുതുന്നുണ്ട്, കർത്താവ് എന്നെ സൂക്ഷിക്കുന്നുണ്ട്. പാസ്റ്ററെ, ഞാൻ നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച, ഞാൻ വലതുകാല് ചവിട്ടേണ്ട ഇടത്ത് ഒരു രക്തയണലി കിടക്കുകയാണ്. സ്തോത്രം. നിശ്ചയമായും ദൈവം എന്നോട് അങ്ങനെ സംസാരിച്ചു. ദൈവം എന്നെ കരുതി സൂക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ നടുവിൽ ഈ ദൈവവചനം പ്രസംഗിപ്പാൻ ഞാൻ ഉണ്ടാകില്ലായിരുന്നു. ആ പ്രായത്തിൽ എന്നോ ഞാൻ ഏതോ 6 അടി മണ്ണിനകത്ത് ഒടുങ്ങുമായിരുന്നു. അതുകൊണ്ട് ഈ ഉപവാസത്തിൻ്റെ 8ാമത്തെ രാത്രി മീറ്റിങ്ങിൽ പരിശുദ്ധാത്മ പറയുന്നു, കർത്താവ് അറിയാതെ, കർത്താവ് അനുവാദം കൊടുക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. ഉയർച്ചയാകട്ടെ, താഴ്ചയാകട്ടെ, പ്രതിസന്ധിയാകട്ടെ, വെല്ലുവിളിയാകട്ടെ, കഷ്ടമാകട്ടെ, നേട്ടങ്ങളാകട്ടെ, എന്ത് തന്നെയായിരുന്നാലും സ്തോത്രം, വിത്തൗട്ട് ഹിസ് പെർമിഷൻ, അവൻ്റെ അനുവാദമില്ലാതെ നത്തിങ് ഈസ് ഹാപ്പൻസ് ഇൻ മൈ ലൈഫ്. ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോയി. എന്നാൽ എൻ്റെ കർത്താവ് എൻ്റെ കാലുകൾ
കാലുകളെ പാറമേൽ ഉറപ്പിച്ചു. ഈ രാത്രിയിൽ ഉപവാസത്തിന്റെ 8ാമത്തെ രാത്രിയിൽ എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ ഒരു പ്രചോദനം തോന്നുന്നുണ്ട്? ആമേൻ. മറ്റൊരാളുടെ ഇൻസ്പിറേഷൻ ഇല്ലാതെ, മറ്റൊരാളുടെ ഉത്തേജനമില്ലാതെ കർത്താവ് നടത്തിയ വഴികളെ ഓർത്ത് ദൈവത്തിന് എത്ര പേർക്ക് ഈ രാത്രി സ്തോത്രം ചെയ്യാൻ അകത്തു നിന്നൊരു പ്രചോദനം ഉണ്ടാകുന്നുണ്ട്? ദൈവത്തിന്റെ വിശ്വസ്തത രാവും പകലും നമ്മെ പരിപാലിക്കുന്നു. ദൈവത്തിന്റെ വിശ്വസ്തത അനുദിനം നമ്മെ സൂക്ഷിക്കുന്നു. ഇന്ന് രാത്രിയിലും നമുക്ക് ഒരുമിച്ച് ചേർന്ന് പറയാം, അവർ ഗോഡ് ഈസ് എ ഫെയ്ത്ത്ഫുൾ ഗോഡ്. നമ്മുടെ ദൈവം വിശ്വസ്തനായ ഒരു ദൈവമാണ്. നമ്മുടെ ജീവിതത്തിലെ കുറവുകളും പരാജയങ്ങളും താഴ്ചകളും കണക്കിടാതെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ 103-ാം സങ്കീർത്തനത്തിനകത്ത് ഒരുപാട് ആഴങ്ങൾ കിടപ്പുണ്ട്. സ്തോത്രം. അതിന്റെ ആദ്യത്തെ പാർട്ടെല്ലാം ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അവൻ എൻ്റെ അകൃത്യം മോചിക്കുന്നു, എൻ്റെ രോഗങ്ങളെ സൗഖ്യമാക്കുന്നു, എൻ്റെ പ്രാണനെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു, ദയയും കരുണയും എന്നെ അണിയിക്കുന്നു. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നിട്ട് അതിൻ്റെ 103-ാം സങ്കീർത്തനം 8-9 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. സ്തോത്രം. അവൻ എല്ലായ്പ്പോഴും കോപിക്കുന്നില്ല, എല്ലായ്പ്പോഴും ഫത്സിക്കുന്നില്ല, അവൻ എന്നേക്ക് കോപം സംഗ്രഹിക്കുന്നില്ല. ആമേൻ. അടുത്ത പദം ഇങ്ങനെയാ, അവൻ എൻ്റെ പാപങ്ങൾ കൊത്തവണ്ണം എന്നോട് പകരം ചെയ്യുന്നില്ല. സ്തോത്രം. നോക്കിക്കേ, ആമേൻ. 1-ാമത്തെ വാക്യം മുതൽ 7-ാമത്തെ വാക്യം വരെ ദൈവം എന്തെല്ലാം ചെയ്തിരിക്കുന്നു, ദൈവം എന്തെല്ലാം ചെയ്യുന്നു, നാളുകളിൽ ദൈവം എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുമെന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ പ്രബോധിപ്പിച്ചിട്ട് പറയുകയാണ്. അവൻ എന്തൊക്കെ ചെയ്യുന്നില്ല? എൻ്റെ പാപങ്ങൾ കൊത്തവണ്ണം അവൻ എന്നോട് പകരം ചെയ്യുന്നില്ല. സ്തോത്രം. അവൻ എന്നേക്കും കോപം സംഗ്രഹിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നില്ല, അവൻ എല്ലായ്പ്പോഴും ഫത്സിക്കുന്നില്ല. ഇന്ന് രാത്രിയിലും തിരിഞ്ഞു നോക്കി നമുക്ക് പറയാം, എൻ്റെ വിശുദ്ധി കൊണ്ടോ, എൻ്റെ പ്രാർത്ഥനയുടെ ശ്രേഷ്ഠത കൊണ്ടോ, എൻ്റെ ജീവിത നൈർമല്യത കൊണ്ടോ ഒന്നുമല്ല. ബിക്കോസ് we are here tonight only by the grace of God. ഇന്ന് രാത്രിയിലും നാം ഒന്നിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ച് നിൽക്കുന്നെങ്കിൽ, ആമേൻ, ഏതോ ചരിത്രത്തിൽ മൺമറഞ്ഞ ഇന്നലകളിലെ യുദ്ധങ്ങളിലോ ഇന്നലകളിലെ ബോംബിങ്ങിലോ തകർന്നു പോയവരെക്കാൾ നാം വിശുദ്ധരായതുകൊണ്ടല്ല, പിന്നെയോ നമുക്കൊന്നിനെ ഉയർത്താം. ബിക്കോസ് ഈ രാത്രിയിൽ നാം ആയിരിക്കുന്നത് only by the grace of God. അവൻ്റെ കൃപയാണ്. അത് അനുഭവിക്കുന്നവർക്കായി സ്തോത്രം. അനുദിനം അവൻ്റെ കൃപ അനുഭവിപ്പാൻ, ഓരോ ദിവസവും അവൻ്റെ കൃപ അനുഭവിപ്പാൻ, ഓരോ മണിക്കൂറുകളിലും ഓരോ നാഴികകളിലും അവൻ്റെ കൃപ അനുഭവിപ്പാൻ കർത്താവ് നമുക്ക് തരുന്ന ആ വലിയ ഭാഗ്യ പദവിയെ ഓർത്ത് ഞാൻ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ എത്ര നല്ലവനാണ്, അവൻ എത്ര വിശ്വസ്തനാണ്, അവൻ എത്രത്തോളം മതിയായവനാണ്. എല്ലാവരെക്കാളും ഉന്നതനായി, ഉയർന്നവനായി, ആമേ, ശാശ്വതവാസിയായി, ആമേ, കർത്താവ് നമ്മെ എത്ര ശ്രേഷ്ഠമായി നടത്തുന്നു. അവൻ്റെ വിശ്വസ്തതയ്ക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ ഉപവാസത്തിൻ്റെ 8ാമത്തെ രാത്രിയിൽ നമ്മൾ ഒന്നിച്ചായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തോട് ഇടപെട്ട ഒരു വാക്യം നിങ്ങളുടെ ചിന്തയിൽ കൊണ്ടുവന്ന് എനിക്ക് അനുവദനീയമായ സമയപരിമിതിയിൽ ഞാൻ എൻ്റെ വാക്കുകളെ വിട ചൊല്ലാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യം. ലൂക്കോസ് 12-ാം അധ്യായം 32-ാമത്തെ വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ചെറിയ ആട്ടിൻകൂട്ടമേ, ഭയപ്പെടരുത്, നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. താങ്ക് യു. ചെറിയ ആട്ടിൻകൂട്ടമേ, ഭയപ്പെടരുത്, നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്തോത്രം. നമുക്ക് വളരെ പരിചയമുള്ള, നമ്മൾക്കറിയാവുന്ന, ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള അനുഗ്രഹീതമായ ഒരു ഭാഗമാണ് ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ ഞാൻ ഈ വായിച്ച വാക്യം. ഒരു പക്ഷെങ്കിൽ നമ്മൾ പ്രാർത്ഥനയിലൊക്കെ ഇടയ്ക്ക് ഉരുവിടാറുള്ള ഒരു വാക്യം കൂടെയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇവിടെ ഈ വേദപുസ്തകത്തിൽ ഈ ഭാഗം ഞാൻ ധ്യാനിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തോട് ദൈവം സംസാരിച്ച 1-2 ചിന്തകൾ മാത്രം പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇത് ഒരുപക്ഷെ ഇന്ന് രാത്രിയിൽ ഞാൻ ഉൾപ്പെടുന്ന ഈ ആത്മീയ സമൂഹം, നമ്മുടെ ഈ സമൂഹം ഒട്ടും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു വിളിപ്പേരാണ് ചെറിയ ആട്ടിൻകൂട്ടമേ. കാരണം നമ്മുടെ അകത്തൊക്കെ വലിയ സ്വപ്നങ്ങളും വലിയ ദൂതുകളും വലിയ പ്രവചനങ്ങളും വലിയ വിഷനുകളും വലിയ ആദർശങ്ങളും വലിയ കാര്യങ്ങളൊക്കെ അകത്ത് കിടക്കുമ്പോൾ ഇങ്ങനെ ഒരു വിളിപ്പേര് നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു വിളിപ്പേര് കേൾക്കാൻ വേണ്ടി. ദൈവത്തിന് സ്തോത്രം. പക്ഷേ എവിടെയെല്ലാം നാം സ്വയം താഴ്ത്തി സ്വയം ചെറിയവരായി ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ അവിടെയെല്ലാം കർത്താവ് അവരെ ഉയരങ്ങളിൽ എത്തിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞാൽ, ന്യായാധിപന്മാരുടെ ന്യായപാലനം നടക്കുന്ന കാലത്ത്
അതിൻ്റെ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ 7 വർഷമായി സ്തോത്രം മിഥ്യാന്റെ കയ്യിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കാത്ത വിധത്തിൽ ഇസ്രായേൽ മക്കൾ ഏതാണ്ട് നിലവിളികളോടെ വിലാപങ്ങളോടെ കരച്ചിലോടെ നിൽക്കുന്ന ഒരു പ്രത്യേക പ്രതിസന്ധി. ദൈവത്തിന് സ്തോത്രം. ആരും ഒരു വാക്ക് പ്രാർത്ഥിക്കാനില്ലാത്ത, ഒന്ന് സപ്പോർട്ട് ചെയ്യാനില്ലാത്ത, പാസ്റ്റർ പറഞ്ഞ പോലെ ഒരു ആശ്വാസത്തിനു വേണ്ടി ദാഹത്തോടെ ഇരിക്കുന്ന ഒരു സമൂഹത്തിന് നടുവിൽ അവർക്ക് വേണ്ടി ഒരു സ്പോക്സ്മാൻ ആകാൻ, ഒരു വക്താവാകാൻ, ഒന്ന് പ്രാർത്ഥിക്കാൻ, ഒന്ന് ഇടിവിൽ നിൽക്കാൻ ഒരു വ്യക്തിയും ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത് നോക്കിക്കേ, ഒരു കൊച്ചു മനുഷ്യൻ, ഒരു ചെറിയ മനുഷ്യൻ, അവൻ്റെ ഗോത്രം ചെറുതാണ്, അവൻ എളിയവനാണ്, പ്രത്യേകിച്ച് ബൈബിൾ ഡിഗ്രിയോ പ്രത്യേകിച്ച് MDHോ ഡോക്ടറേറ്റോ മറ്റ് പേരിനിപ്പുറത്ത് എഴുതാനുള്ള ഡിഗ്രികളോ ഒന്നും അവൻ്റെ കയ്യിലില്ല. പക്ഷെ അവനൊരു കൊച്ചു കാര്യമോടെ ചെയ്യുന്നുണ്ട്. സ്തോത്രം, സ്തോത്രം. കഴിഞ്ഞ 7 വർഷമായി മിഥ്യാന്റെ കയ്യിൽ നിന്നും പുറത്തു വരാൻ കഴിയാത്ത സമൂഹത്തിൻ്റെ നടുവിൽ അവരെ പോലെ അവനാകാൻ ആഗ്രഹിച്ചില്ല. അവൻ അല്പം വ്യത്യസ്തനാകാൻ ആഗ്രഹിച്ചു. എന്താ അവൻ ചെയ്ത ശുശ്രൂഷ? കോതമ്പ് ശത്രുവിൻ്റെ കണ്ണിൽ പെടാതെ വണ്ണം അവൻ എന്ത് ചെയ്യുക? മുന്തിരിച്ചക്കിനകത്തോട്ട് മെതിച്ചു കൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ അർത്ഥം എന്താ? എത്ര വലിയ പ്രബലമായ ശത്രു ഉണ്ടെങ്കിലും എൻ്റെ അവകാശത്തെ ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. എൻ്റെ അവകാശത്തെ ഞാൻ മിഥ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, മിഥ്യാന്റെ കയ്യിലാണ് ദൈവം ഈ ജനത്തെ ഏൽപ്പിച്ചത്. പക്ഷെ നമ്മൾ തുടർന്ന് താഴോട്ട് വായിക്കുമ്പോൾ അവരുടെ ശത്രുത്വത്തിൻ്റെ പ്രബലതകൾ വർദ്ധിക്കുക നമ്മൾ വായിക്കുന്നുണ്ട്. മിഥ്യാൻ ഒരു ഭാഗത്ത്, അമ്മോന്യർ ഒരു ഭാഗത്ത്, കിഴക്കേ ദേശക്കാർ ഒരു ഭാഗത്ത്. ഇങ്ങനെ കഴിഞ്ഞ 7 വർഷമായി ഈ ഇസ്രായേൽ ഗ്രഹം വല്ലാതെ പീഡിപ്പിക്കപ്പെട്ടിരിക്കുമ്പോൾ അവരുടെ നടുവിൽ നിന്ന് ഒരു മനുഷ്യൻ വിളിച്ചു പറയുകയാണ്, എൻ്റെ അവകാശത്തെ ഞാൻ ശത്രുവിന് കൊടുക്കത്തില്ല. നോക്കിക്കേ, ആ കരുവേലകത്തിൻ്റെ കീഴിൽ ഒരു ദൈവദൂതൻ വന്ന് അവനെ അഡ്രസ് ചെയ്യുന്ന ഒരു പേരുണ്ട്. സ്തോത്രം. 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവനെ അഡ്രസ് ചെയ്യുകയാണ് പരാക്രമശാലി. എന്താണ് അവൻ ചെയ്ത പരാക്രമം? എന്താണ് അവൻ ഇത്രത്തോളം ഒരു വിളിപ്പേരിന് അർഹനാകാൻ അവൻ ചെയ്ത കാര്യം? ഒന്നേ ഉള്ളൂ. ദൈവത്തിൻ്റെ മുഴുവൻ സൂമും ദൈവത്തിൻ്റെ മുഴുവൻ ഫോക്കസിങ്ങും ആ ഒരു വ്യക്തിയിലേക്ക് ദൈവം കോൺസെൻട്രേറ്റ് ചെയ്തു. നോക്കിക്കേ, എല്ലാവരെയും പോലെ ആകാതെ വ്യത്യസ്തമായി ചിന്തിച്ച്, വ്യത്യസ്തമായി നിലയുറപ്പിച്ച്, എൻ്റെ കുലം എളിയതാണ്, ഞാനൊരു ചെറിയവനാണ്, എങ്കിലും ദൈവം എന്നെ സഹായിക്കുമെന്ന് വിശ്വാസത്തിൻ്റെ ചുവടെടുത്തു വെച്ചവനെ കർത്താവ് അഡ്രസ് ചെയ്യുകയാണ്. പരാക്രമശാലിയെ. ഇന്ന് ഈ രാത്രി മീറ്റിങ്ങിൻ്റെ 8-ാമത്തെ ദിവസം ഉപവാസത്തിൽ ഇരിക്കുമ്പോഴും അകതാവിൽ, അകത്തളങ്ങളിൽ എവിടെയൊക്കെയോ നമുക്ക് കിട്ടിയ അബ്രിങ്സിനകത്തുകൂടെ, നമുക്ക് കിട്ടിയിരിക്കുന്ന ജീവിതാനുഭവങ്ങളിലൂടെ, നമുക്ക് കിട്ടിയിരിക്കുന്ന പാരമ്പര്യങ്ങളിലൂടെ എവിടെയൊക്കെയോ നാം ഒതുങ്ങി പറയുന്നു, ഞാൻ എളിയവനാണ്, ഞാൻ ചെറിയവനാണ്, എൻ്റെ ഗോത്രം, എൻ്റെ കുലം, എൻ്റെ ട്രഡീഷൻ, എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ കഴിവ്, എൻ്റെ എബിലിറ്റീസ്, എൻ്റെ താലന്തുകൾ, ഒന്നുമില്ല പാസ്റ്ററെ എന്ന് പറഞ്ഞ് സ്വയം ഒതുങ്ങുന്ന ചില ഗിദെയോന്മാരോട് ദൈവം പറയുകയാണ്, ആമേൻ, യു ആർ എ മൈറ്റി വാരിയർ, നീ ഒരു പരാക്രമശാലിയാണ്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നോക്കൂ, അവൻ്റെ ദൃഷ്ടിയിൽ അവൻ്റെ കുലം എളിയതാണ്, അവൻ ചെറിയവനാണ്. പ്രത്യേകിച്ചൊന്നും അവനെക്കുറിച്ച് അതിശയോക്തി പറയാനില്ല. പക്ഷേ അവനെ ദൈവം വന്ന് അഡ്രസ് ചെയ്യുകയാണ്, പരാക്രമശാലിയെ. ദൈവത്തിന് സ്തോത്രം. യഹോവ നിന്റെ കൂടെയുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ അവൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സ്തോത്രം. ഇടയ്ക്കെപ്പോഴൊക്കെയോ അവൻ ദൈവശബ്ദം കേട്ടിരിക്കാം, ദൈവം അവനോട് സംസാരിച്ചിരിക്കാം. ഈ 7 വർഷത്തിൻ്റെ നീണ്ട ഒരു ചരിത്രത്തെ ദൈവം പൊട്ടിക്കുമെന്ന് ഒരുപക്ഷെ അവൻ്റെ ഹൃദയത്തിൽ ഒരു ഉറപ്പോ നിശ്ചയമോ ധൈര്യമോ അവൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കാം. പക്ഷെ അവൻ ദൈവത്തോട് തിരിച്ചു ചോദിക്കുക, കർത്താവേ, നീ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്താ? ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വന്ന് ഭവിക്കുന്നത് എന്താ? ശ്രദ്ധിച്ചു നോക്കിക്കേ, ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വന്ന് സംഭവിക്കുന്നത് എന്താ? അതിനർത്ഥം എന്താ? നമ്മുടെ ഇടയിലൊക്കെ കൊച്ചു കൊച്ചു ചിന്തകളുണ്ട്. ദൈവം സ്നേഹവാനാണ്, ദൈവം കരുണയുള്ളവനാണ്, ദൈവം മനസ്സലിയുള്ളവനാണ്, ദൈവം ആർദ്രതയുള്ളവനാണ്. പക്ഷേ അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നാൽ, ദൈവത്തെ വിട്ടുപോയാൽ
ദൈവം ഒരാളെ എന്നും അങ്ങ് കൈവിടത്തില്ല. കൊച്ചു കൊച്ചു ശാസനകളിലൂടെ, കൊച്ചു കൊച്ചു ശിക്ഷണങ്ങളിലൂടെ, കൊച്ചു കൊച്ചു ബാലശിക്ഷകളിലൂടെ ദൈവം അവരെ തൻ്റെ സന്നിധിയിലേക്ക് യഥാസ്ഥാനപ്പെടുത്തുവാനിടയായിത്തീരും. എബ്രായലേഖനം 12-ാം അധ്യായത്തിൽ നാം ഒരു കാര്യം ഇങ്ങനെ പഠിക്കുന്നുണ്ടല്ലോ. സ്തോത്രം. ജഡപ്രകാരമുള്ള നമ്മുടെ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നു. ആമേൻ. എങ്കിൽ ആത്മാക്കളുടെ ഉടയവന് എത്രയധികം എന്ന് ധന്യനായ പൗലോസ്ലീഹ നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതിന് യഹൂദ ചരിത്രമുണ്ട്. എന്താണെന്നറിയാമോ? യഹൂദ കുലത്തിൽ പിറക്കുന്ന ഒരാൺകുഞ്ഞിനോട്, പെൺകുഞ്ഞിനോട് വീട്ടിലെ മാതാപിതാക്കൾ എങ്ങനെ പെരുമാറണം, മാതാപിതാക്കളോട് മക്കൾ എങ്ങനെ പെരുമാറണം, ഇത് അവരുടെ പുസ്തകത്താളുകൾക്കകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. 4 ക്രമമാണ് അവരുടെ ശിക്ഷയ്ക്ക്. അതിനർത്ഥം എന്താണെന്നറിയാമോ? 1 ബുദ്ധിയുപദേശം, 2 ഗുണദോഷം, 3 ശാസന. 4-ാമത്തെ സ്റ്റേജിലാണ് ശിക്ഷിക്കുന്നത്. ആ ശിക്ഷ വെറും ശിക്ഷയല്ല. ആ കുഞ്ഞ് ആ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ 1-ാമതും 2-ാമതും 3-ാമതും അവനെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ക്രമത്തിൽ പിതാവ് ചെയ്യും. 4-ാമതാണ് ആ കുഞ്ഞിനെ അപ്പൻ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ശിക്ഷിക്കുന്നത്. ഗൾഫിൽ താമസിക്കുന്ന നിങ്ങൾ മദ്രസകളിൽ പോകുന്ന കുഞ്ഞുങ്ങളെ കണ്ടു കാണും. പഠിപ്പിക്കുന്ന കാര്യം പഠിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ മദ്രസയിലെ അധ്യാപകർ അവരെ ശിക്ഷിക്കുന്ന ശിക്ഷണങ്ങൾ നിങ്ങൾ കണ്ടു കാണും. ദൈവത്തിന് സ്തോത്രം. പക്ഷെ എന്താണ് പൗലോസ് അങ്ങനെ ഒരു പദത്തോടെ പറയുന്നത്? എന്നാൽ ശിക്ഷിച്ച് കഴിയുമ്പോൾ ആ പിതാവിനെ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ശിക്ഷ നടപ്പിലാക്കിയ അവരുടെ പേരന്റിനെ അല്ലെങ്കിൽ ഗുരുവിനെ, ആ ശിക്ഷ ഏറ്റെടുത്ത കുഞ്ഞെന്ത് ചെയ്യണമെന്നറിയാമോ? വണങ്ങണം. ദൈവത്തിന് സ്തോത്രം. അതിനർത്ഥം എന്താ? എന്നെ ശിക്ഷിച്ചതിന് താങ്ക് യു, എന്നെ അടിച്ചതിന് നന്ദിയപ്പ. ആ അർത്ഥത്തിൽ ആ ദാവീദ് പറയുന്നത്, നീതിമാൻ എന്നെ അടിക്കുന്നത് ദയ, അതെൻ്റെ തലയ്ക്ക് എണ്ണയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് കർത്താവ് ചില ശാസനകൾ, ചില ശിക്ഷണങ്ങൾ, ചില ബാലശിക്ഷകളിലൂടെ എന്നെയും നിങ്ങളെയും നടത്തുമ്പോൾ ദൈവത്തിൽ നിന്ന് അകലുകയല്ല, പിന്നെ ദൈവത്തെ കൂടുതൽ വണങ്ങുവാൻ, ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുവാൻ, കർത്താവെ സ്നേഹത്തോടൊപ്പം തരുന്ന ശാസനകൾ, ശിക്ഷണങ്ങൾ, ബാലശിക്ഷകൾ എല്ലാറ്റിനും സ്തോത്രം ചെയ്യാൻ കർത്താവ് ഇന്ന് രാത്രിയിൽ ദൈവജനത്തിൻ്റെ ഹൃദയങ്ങളെ വിശാലമാക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, ഞാൻ മടങ്ങി വരികയാണ്. 7 വർഷത്തെ അല്പമായ ബാലശിക്ഷ ശത്രുവിൻ്റെ കയ്യിൽ ദൈവം അവരെ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. പക്ഷേ അതിൽ നിന്നും അവരെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം കണ്ടത് ഒരു എളിയവനെയാണ്, ഒരു ചെറിയവനെയാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ സ്വയം പറയുകയാണ്, ഞാൻ എങ്ങനെ ഈ ശുശ്രൂഷ തീർക്കും, ഞാനിതെങ്ങനെ പൂർത്തിയാക്കും? കാരണം കുലം നോക്കിയാൽ, എൻ്റെ എബിലിറ്റീസ് നോക്കിയാൽ, എൻ്റെ താലന്തുകൾ നോക്കിയാൽ ഞാൻ എളിയവനാണ്, ഞാൻ ചെറിയവനാണ്. പക്ഷെ അവനെ ദൈവം അപ്പോയിന്റ് ചെയ്യുമ്പോൾ, കമ്മീഷൻ ചെയ്യുമ്പോൾ ഒരു കാര്യം ദൈവം എന്നോട് പറഞ്ഞു, പോക, ഞാൻ നിന്റെ കൂടെ ഇരിക്കും. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, ഇസ്രായേലിൻ്റെ ദൈവം, സൈന്യങ്ങളുടെ ദൈവം, മുഴു ലോകങ്ങളെ സൃഷ്ടിച്ച, അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ച ആ സോവറിൻ ഗോഡ് ഒരുവനോട് പറയാണ്, ഐ ആം വിത്ത് യു, ഞാൻ നിന്റെ കൂടെ ഇരിക്കും. ഈ 8-ാമത്തെ രാത്രിയിൽ, ഫാസ്റ്റിങ്ങിൻ്റെ 8-ാമത്തെ ദിവസം ഈ ശബ്ദം ഒന്ന് റിസീവ് ചെയ്ത്, ഞാൻ നിന്റെ കൂടെ ഇരിക്കും. നിന്റെ മിഷൻ പൂർത്തിയാക്കാൻ ഈ ഉപവാസത്തിൽ പ്രാർത്ഥിക്കുന്ന വർഷങ്ങൾ നീണ്ടുകിടക്കുന്ന ചില ചരിത്രങ്ങളെ മുറിക്കുവാൻ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മ പറയുന്നു, ഐ ആം വിത്ത് യു, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. സർവശക്തനായ ദൈവം ഒരുവന്റെ കൂടെ അങ്ങ് നിൽക്കുക. എന്തിനാ? 7 വർഷം നീണ്ട ഒരു വലിയ കുരുക്കഴിക്കാൻ, ഒരു ചരിത്രത്തെ പൊട്ടിക്കാൻ, ഒരു ബന്ധനം അഴിക്കാൻ ഇന്ന് രാത്രി ഈ ഉപവാസത്തിനകത്ത് ഒരു പക്ഷെങ്കിൽ പ്രാർത്ഥനയോടെ കയറിയ ചിലരോട് ആത്മാവ് ദൂത് പറയുകയാണ്. നീണ്ട വർഷങ്ങളുടെ പിൻപിൽ നിലവിളിക്കുന്നവരെ കണ്ടേക്കാം, വിലപിക്കുന്നവരെ കണ്ടേക്കാം. ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തോട് പരിശുദ്ധാത്മ പറയുന്നു, ആര് ഈ കല്ല് ഉരുട്ടി മാറ്റും? എനിക്ക് വേണ്ടി ആരൊരു വാക്ക് സംസാരിക്കും? ഈ കാര്യത്തിൽ ആര് എന്നെ സഹായിക്കും? ഈ കാര്യത്തിൽ എങ്ങനെ ഒരു പ്രവൃത്തിപഥത്തിൽ എത്തപ്പെടും? ഇങ്ങനെ ആശങ്കകളോടെ, ചിന്താകുലങ്ങളോടെ, ഭാരങ്ങളോടെ നിൽക്കുന്നെങ്കിൽ പാസ്റ്റർ പറഞ്ഞതുപോലെ ഒരാശ്വാസത്തിന് വേണ്ടി, ഒരു വിടുതലിന് വേണ്ടി ഈ രാത്രി ദൈവാത്മാവ് പറയുന്നു, നീ ഇന്ന് രാത്രി വിശ്വസിച്ചാൽ നീണ്ട വർഷങ്ങളുടെ ചില ചരിത്രങ്ങളെ ആത്മാവ് ഈ രാത്രിയിൽ ഉടച്ചു കളയും. റിബര ഹദുരിയ അടക രഗത്തുന വൈഡൽ ഖമനയ
അടകാന കത്തുരി വർദ്ധസ്കിയാധന യേശുവിന്റെ നാമത്തിൽ. ഈ കഴിഞ്ഞ ദിവസവും എൻ്റെ ചർച്ചിൽ മെസ്സേജ് കൊടുക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 25-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 2 ദൈവദാസന്മാർ കാരാഗ്രഹങ്ങൾക്കകത്താണ്. അവരുടെ കൈകളും കാലുകളും അവരുടെ ശരീരം മുഴുവനും ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. പകല് മുഴുവൻ അവരുടെ ശരീരത്തെ ഉടച്ചു കളഞ്ഞു. പക്ഷേ അന്ന് അർദ്ധരാത്രിയിൽ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. സാഹചര്യത്തെ മറികടന്ന്, വിഷയങ്ങളെ മറികടന്ന് അന്ന് രാത്രിയിൽ അവർ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥന പിന്നീട് എന്തായി മാറി? ഒരു ആരാധനയായി മാറി. അതൊരു പ്രൈസായി മാറി. അവർ ആരാധിച്ചു തുടങ്ങി, ദൈവത്തെ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ ഒരു കാര്യം സംഭവിച്ചു. അവരുടെ മാത്രമല്ല, അവരുടെ കൂടെ ദീർഘവർഷങ്ങളുടെ പുറകിൽ കഴിഞ്ഞ 10 വർഷമായി, കഴിഞ്ഞ 7 വർഷമായി, കഴിഞ്ഞ 15 വർഷമായി, കഴിഞ്ഞ 30 വർഷമായി ഒരുപക്ഷെ ചെയ്യാത്ത തെറ്റിന് പോലും ആമേൻ പീഡിപ്പിക്കപ്പെട്ട് കിടക്കുന്ന, ആമേൻ നേരിട്ട് ബന്ധമില്ലാതെ കിടക്കുന്ന, ആമേൻ സ്വോത്രം നേരിട്ട് അതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു അവസ്ഥയിൽ ആമത്തിലാക്കപ്പെട്ട, കാരാഗ്രഹത്തിലാക്കപ്പെട്ട, തടവിലാക്കപ്പെട്ട, ഒരുപക്ഷെ വിധിയും നീതിയും ആമേൻ നീതിപീഠങ്ങളും ഒക്കെ അവർക്കെതിരായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആര് ഞങ്ങളെ സഹായിക്കും? ആര് ഞങ്ങളെ വിടുവിക്കും? ഈ ചങ്ങല എങ്ങനെ അഴിയും എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടു നിൽക്കുന്ന ഒരു വലിയ സമൂഹത്തിന് നടുവിലേക്ക് അപ്പോസ്തലന്മാരായ പൗലോസിനെയും ശീലാസിനെയും പരിശുദ്ധാത്മാവ് നിയോഗിച്ചയക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അന്ന് അവർ ചെയ്തത് പോയി ജാമ്യം എടുക്കുകയായിരുന്നില്ല. അന്ന് അവർ ചെയ്ത ആ അർദ്ധരാത്രിയിൽ അവരുടെ ശരീരത്തിന്റെ ബലഹീനത മറന്നു, അവരുടെ രോഗങ്ങൾ മറന്നു, അവരുടെ പ്രശ്നങ്ങൾ മറന്നു, അവരുടെ ബന്ധനങ്ങൾ മറന്നു, അവരുടെ പകലത്തെ മുറിവുകൾ, ശരീരത്തിന്റെ വേദനകളെല്ലാം അവർ മറന്നു. ഇന്ന് രാത്രിയിലും ചിലരോട് പരിശുദ്ധാത്മ പറയുന്നു, ഉപവസിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ശരീരം സമ്മതിക്കുന്നില്ല. ദീർഘസമയങ്ങൾ പ്രാർത്ഥനയിൽ ണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ല. പക്ഷെ പരിശുദ്ധാത്മ പറയുന്നു, ഈ രാത്രിയിൽ സ്തോത്രം വായുകളെ തുറന്ന് ദൈവത്തിന് നീ സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. റീമാന ഹതുര അടഗജ ഘടകലക ശബ്ദന ദീർഘവർഷങ്ങളായി നീ ദൈവത്തോട് ചോദിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ആമേൻ എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ആര് ഈ ബന്ധനം അഴിക്കും? ആര് ഈ കെട്ടഴിക്കും? ആര് ഈ വിഷയത്തിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ദീർഘവർഷങ്ങളായി തടവറകൾക്ക് തുല്യമായി പുറത്തിറങ്ങാൻ കഴിയാതെ വണ്ണം വഴികളും വാതിലുകളും ഒക്കെ അടയ്ക്കപ്പെട്ട് നിൽക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ 8-ാമത്തെ രാത്രിയിൽ, ഈ ചർച്ചിന്റെ ഫാസ്റ്റിംഗ് ഡേയിൽ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു. പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, സ്തോത്രം ചെയ്യുന്ന, ദൈവകൃപയുള്ള 2 അപ്പോസ്തലന്മാർ ആ പ്ലാറ്റ്ഫോമിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. അവരുടെ പ്രാർത്ഥനയും അവരുടെ സ്തുതിയും അവരുടെ ആരാധനയും കഴിയുമ്പോൾ ഒരു കാര്യം അവിടെ സംഭവിക്കും. അവരുടെ ചങ്ങലയും മാത്രമല്ല, എല്ലാവരുടെയും ചങ്ങലകൾ അഴിയും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എല്ലാവരുടെയും ചങ്ങലകൾ അഴിയും. ആമേൻ. അവർ പ്രാർത്ഥിച്ചു, അവർ ദൈവത്തെ പാടി സ്തുതിച്ചു. എന്താണ് ഇവിടെ സംഭവിച്ചത്? എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു. ഇന്ന് രാത്രിയിൽ കർത്താവ് ഇതിനോട് പറയുക, എല്ലാവരുടെയും ചങ്ങലകൾ അഴിയുന്ന ഒരു ഫാസ്റ്റിംഗ് ആയിട്ട് ഈ പ്രയർ തീരട്ടെ. രക്തത്താൽ ചെയ്യും. എത്ര പേര് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യും? ഒരു പക്ഷെങ്കിൽ കൈകൾ ബന്ധിക്കപ്പെട്ട്, കാലുകൾ ബന്ധിക്കപ്പെട്ട്, ആമേൻ, ഒരു വല്ലാത്ത സ്റ്റാഗ്നന്റായി നിൽക്കുന്ന അനുഭവങ്ങൾക്കകത്ത് നിൽക്കുന്ന ചില കാലുകൾ ആത്മമണ്ഡലത്തിൽ ചലിച്ചു തുടങ്ങട്ടെ. കൈകളുടെ പ്രവൃത്തികളെ കെട്ടി, ആമേൻ, വരുമാനങ്ങളെ ഒതുക്കി, സമ്പത്തിനെ ബന്ധിച്ച ചില അന്യായ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രിയിൽ അഴിഞ്ഞു പോകുന്നതിനായി ഞങ്ങൾ ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ വചനത്തിലേക്ക് വേഗം മടങ്ങി വരിക. കർത്താവിന് സ്തോത്രം. നോക്കിയേ, ആമേൻ, നമ്മൾ ആരും ഇങ്ങനെ ഒരു വിളിപ്പേര് ആഗ്രഹിക്കുന്നില്ല. എന്താണ് അതിന്റെ കാരണം? അല്പം കൂടെ നമുക്ക് പുറകോട്ടൊന്ന് പോയി ലൂക്കോസിന്റെ സുവിശേഷം തന്നെ 9-ാം അധ്യായത്തിലേക്ക് നമുക്ക് ഓടി വരാം. 9-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ അവൻ 12 വരെ അടുക്കൽ വിളിച്ചു. ദൈവത്തിന് സ്തോത്രം. ആരാണ് ഈ 12 പേർ? ലൂക്കോസിന്റെ സുവിശേഷം അതിന് തന്നെ മറുപടി പറയുന്നുണ്ട്. ആരാണ് ഈ 12 പേർ? ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിനൊരു മലയിൽ ചെന്നു.
ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ മുഴുരാത്രി കഴിച്ചു. സ്തോത്രം. അവിടെ പാടാൻ സഹോദരന്മാരില്ല, ലീഡ് ചെയ്യുവാൻ ആളില്ല, മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുവാൻ ആരുമില്ല. യേശു മാത്രം, യേശു ഒറ്റയ്ക്ക്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? അവൻ പ്രാർത്ഥിക്കേണ്ടതിന് മലയിൽ ചെന്നു, ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. ഒരു രാത്രി മുഴുവനും യേശു പ്രാർത്ഥിച്ചു. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ രണ്ട് കാരണങ്ങളുണ്ട്. അതിന് തൊട്ട് മുമ്പ് കിടക്കുന്ന രണ്ട് ഇൻസിഡന്റുകൾ നമ്മൾ പതുക്കെ ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആദ്യം യേശു സ്തോത്രം ശബത്തിൽ അവൻ വിളഭൂമിയിൽ കൂടി പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാർ കതിര് പറിച്ചു തിന്നു. അതാര് കണ്ടു? പരീശന്മാര് കണ്ടു. അവർ പറയാണ്, ശബത്തിൽ നിങ്ങൾ വിഹിതമല്ലാത്തത് നിങ്ങൾ ചെയ്യുന്നത് എന്താ? കാരണം ഈ കോതമ്പ് അല്ലെങ്കിൽ ഈ നെല്ല്, ഇതിൽ വളരുന്ന മണികൾ, ഇത് വിളഞ്ഞിട്ട് പിന്നത്തേതിൽ അത് പൊടിച്ച് അത് പിന്നീട് ഉണക്കി അത് അപ്പമാക്കി എടുത്താണ് ഞങ്ങൾ തിന്നുക. ദൈവത്തിന് സ്തോത്രം. അത്രത്തോളം ക്ഷമയില്ലാത്ത, അത്രത്തോളം കാര്യങ്ങളെ സഹിഷ്ണുതയോടെ കാണാൻ കഴിയാത്ത നിന്റെ ശിഷ്യന്മാരെ നിനക്ക് എന്തുകൊണ്ട് ശാസിച്ചുകൂടാ? ദൈവത്തിന് സ്തോത്രം. കർത്താവ് അവിടെ ശിഷ്യന്മാരുടെ കൂടെ നിന്ന് ദാവീദിന്റെ ഒരു ഇൻസിഡന്റ് കൊണ്ടുവന്ന് അവരെ വിടുവിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത്തെ ഭാഗം യേശു ദൈവാലയത്തിൽ ചെയ്യുകയാണ്. ദീർഘവർഷങ്ങളായി വരണ്ട കൈയുള്ള ഒരു മനുഷ്യനെ യേശു സൗഖ്യമാക്കുകയാണ്. അപ്പോൾ പള്ളിയിൽ ആരൊക്കെയുണ്ട്? വരണ്ട കൈയുള്ളവരുണ്ട്, അശുദ്ധാത്മാ ബാധിച്ചവരുണ്ട്, കൂനിയായ സ്ത്രീയുള്ളവരുണ്ട്. ഇങ്ങനെ പള്ളിയിൽ ഒരുപാട് കാര്യങ്ങൾ കർത്താവ് ചെയ്തു. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, ഇവിടെ അവൻ പള്ളിക്കകത്താണ്, പക്ഷേ ദീർഘവർഷങ്ങളായി അവൻ്റെ കൈകൾ വരണ്ടു പോയിരിക്കുകയാണ്. ഇന്ന് രാത്രിയിലും പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ദൈവത്തെ സ്തുതിക്കാനും നമ്മുടെ ഒപ്പം നിൽക്കുന്ന അനേകരുടെ കൈകൾ ഒരുപക്ഷെങ്കിൽ പിശാച് ബന്ധിച്ചതായിരിക്കാം. പക്ഷേ യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് നിൽക്ക്, അവൻ്റെ കൈകളെ ദൈവം സൗഖ്യമാക്കി. ഇത് കണ്ടപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു? അവർ ഭ്രാന്ത് നിറഞ്ഞവരായി മാറി. ഒരുപക്ഷെങ്കിൽ അവരുടെ ആത്മീയ നിലവാരത്തിനും അവരുടെ ആത്മീയ അളവുകോലുകൾക്കും അപ്പുറത്തേക്കൊന്ന് ചലിച്ചാൽ പിന്നീട് സ്തോത്രം, പിന്നീട് മറ്റൊരു തലത്തിലേക്ക് പോകുന്നത് പോലെ, സ്തോത്രം, നമുക്കുള്ളതിനേക്കാൾ മറ്റുള്ളവർക്ക് അല്പം കൂടെ വളർച്ച ലഭിച്ചാൽ, മറ്റുള്ളവരുടെ ശുശ്രൂഷ വളർന്നാൽ അതിൽ സന്തോഷിക്കുന്നതാണ് ഒരു ആത്മീക പക്വത എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. എനിക്ക് പാസ്റ്ററെ നേരിട്ട് പരിചയമില്ല, എങ്കിലും എൻ്റെ ആത്മാവിൽ ഒത്തിരി സന്തോഷിച്ചു. പാസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് അയക്കാൻ പറ്റുന്നിടത്തൊക്കെ ഈ ലിങ്ക് അയക്കണം. എന്നുള്ള മാത്രമല്ല, മറ്റ് സഭകളിലൂടെ അയക്കണം. എന്തിനെന്നറിയാമോ? ഈ ശുശ്രൂഷ നമ്മിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്. അത്രത്തോളം ഹൃദയവിശാലതയോടെ ചിന്തിക്കുവാൻ ദൈവം അഭിഷേകം ചെയ്ത അഭിഷിക്തനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. കാരണം ഇത് നമ്മിൽ ഒതുക്കരുത്, നമ്മുടെ ഇതിനകത്ത് മാത്രം ഒതുക്കരുത്. ഇത് അനേകർക്ക് വേണ്ടി ഉള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, എന്നാൽ അവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം എന്താ? അവരുടെ അകത്ത സിസ്റ്റത്തിൽ, അവരുടെ സിസ്റ്റത്തിൽ, പരീശന്മാരുടെ സിസ്റ്റത്തിൽ, ആലയത്തിന്റെ സിസ്റ്റത്തിൽ അതിന് അകത്തു മാത്രമേ സൗഖ്യങ്ങൾ നടക്കാവൂ. എഴുതപ്പെട്ട പ്രമാണങ്ങൾക്കപ്പുറത്ത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ ദാവീദിനോടാണ് ദൈവാലയത്തിന്റെ പണിക്ക് ദൈവം ആഹ്വാനം കൊടുക്കുന്നത്. പുള്ളി അതിനുവേണ്ടിയൊക്കെ ചരുതിച്ചു വെച്ചെങ്കിലും ദൈവം ദാവീദിനോട് ഒരിക്കൽ പറഞ്ഞു, നിന്റെ കൈകൾ കൊണ്ട് നീ ഒത്തിരി രക്തം ചീന്തിയതാ, നീ ഒത്തിരി യുദ്ധം ചെയ്ത എൻ്റെ യോദ്ധാവ, അതുകൊണ്ട് നീ ആലയം പണിയത്തില്ല, നിനക്ക് പകരം നിന്റെ തലമുറയെ കൊണ്ട് ഞാൻ എനിക്കൊരാലയം പണിയിച്ചോളാം. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ചേ, ആമേൻ, സ്തോത്രം. എന്നാൽ ഈ ആലയത്തിൽ ദൈവത്തിന്റെ നിയമത്തിന്റെ പെട്ടകം എടുത്തു വെക്കണം. പഴയ നിയമത്തിൽ 2 ഭാഗങ്ങളിലായി അത് എടുത്തു പറയുന്നുണ്ട്. ഞാൻ വാക്യം വായിപ്പിക്കുന്നില്ല. നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഈ പെട്ടകം ദീർഘവർഷങ്ങളായി ഇതിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. പുരോഹിതന്മാരുടെ ചുമലിൽ വേണം ഈ പെട്ടകം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ട് പോകാൻ. പക്ഷേ ആലയം പണിത് പെട്ടകം അതിനകത്ത് വെക്കാൻ പെട്ടകം കൊണ്ടുചെല്ലുമ്പോൾ പെട്ടകത്തിലാകെ ഒരു കാര്യമേ ഉള്ളൂ, ബാക്കി 2 കാര്യം ഇല്ല. പെട്ടകത്തിൽ എന്തേ ഉള്ളൂ? കൽപ്പലക മാത്രമേ ഉള്ളൂ. എഴുതപ്പെട്ട കുറെ പ്രമാണങ്ങൾ, പരീശന്മാരുടെ പ്രമാണങ്ങൾ. ഇതുപോലെ അത്ര ചെറിയ കാര്യമല്ലത്. സഭയ്ക്കകത്തും പല പരീശന്മാരുടെ പ്രമാണങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ പെട്ടകത്തെ പെട്ടകമാക്കുന്നത് ഈ കൽപ്പലകയും അതിനോടൊപ്പം മറ്റ് 2 കാര്യം കൂടെ ഉണ്ടായിരുന്നു. സ്തോത്ര, കരുതലിന്റെ പാത്രമുണ്ടായിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് അഹരോന്റെ തളിർത്ത വടിയുണ്ടായിരുന്നു. ഇങ്ങനെ പല കാര്യങ്ങൾ ഉൾപ്പെട്ടിരുന്ന ഈ പെട്ടകത്തിൽ സഞ്ചാരമാർഗത്തിൽ എവിടെയൊക്കെയോ ഈ പെട്ടകത്തിനകത്തുനിന്ന് പലതും നഷ്ടപ്പെട്ടു പോയി. ഈ ഉപവാസത്തിൽ, പ്രാർത്ഥനയിൽ
ഇരിക്കുന്ന സഭയോട്, എന്നോട്, നിങ്ങളോട് ദൈവാത്മാ പറയുന്നു, കഴിഞ്ഞ കുറേ നാളുകൾ സഞ്ചരിച്ചു, പക്ഷേ എവിടെയൊക്കെയോ ചിലത് നഷ്ടപ്പെട്ടു പോയി, എവിടെയൊക്കെയോ നാം ചിലത് നഷ്ടപ്പെടുത്തി. ഈ ഉപവാസത്തിൽ നമുക്കതിനെ മടക്കി പിടിക്കണം. നമുക്ക് ചില കരുതലുകളിലേക്ക് കയറണം. ആമേൻ, സ്തോത്രം, സ്തോത്രം. ചില ചോദ്യങ്ങൾ ഇന്നലകളിൽ ഇസ്രായേൽ മക്കൾ ദൈവത്തോട് ചോദിച്ചു, ഞങ്ങൾക്ക് അപ്പം ആര് തരും, എവിടെ നിന്ന് ഞങ്ങൾക്ക് ആഹാരമുണ്ടാകും? പക്ഷേ പിറ്റേ ദിവസം പ്രഭാതത്തിൽ അവർ ഉണർന്നു നോക്കുമ്പോൾ എന്ത് സംഭവിച്ചു? അവരുടെ കൂടാരങ്ങൾക്ക് ചുറ്റും ദൈവത്തിൻ്റെ കരുതലിൻ്റെ അപ്പം, ദൈവത്തിൻ്റെ കരുതൽ അവർ കണ്ട് ദൈവത്തെ സ്തുതിച്ചവരാണ്. ദൈവത്തിന് സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞാൽ, ഒന്നുമില്ലായ്മയ്ക്കകത്ത് പ്രഭാതങ്ങളിൽ എഴുന്നേറ്റ് ദൈവത്തെ പാടി ആരാധിച്ച് സ്തോത്രം ചെയ്ത് നാളത്തെ കാര്യം എങ്ങനെയാ, മക്കളുടെ ഫീസ് എങ്ങനെയാ കൊടുക്കുന്നത്, ജോലിയുടെ കാര്യം എങ്ങനെയാ, ഇങ്ങനെയൊക്കെ ആശങ്കയോടെ നിന്നപ്പോഴും അന്നന്നത്തേക്കുള്ളത്, ഓരോ ദിവസത്തേക്കുള്ളത് സ്വർഗത്തിലെ ദൈവം നിന്റെ കൂടാരത്തിന്റെ അടുത്ത് കൊണ്ടെത്തുന്ന ദിനങ്ങൾ അനുഭവിച്ചവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. രക്തത്താൽ ജയം. ഒന്നുകൂടെ പറഞ്ഞാൽ, ഒരു മുൻകാല പ്രാബല്യമോ പരിചയമോ ഒരു എക്സ്പീരിയൻസോ ഇല്ലാത്ത രൂത്ത് കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ബോവസ് അവൾക്ക് വേണ്ടി പരിചയമുള്ള കൊയ്ത്തുകാരോട് പറഞ്ഞിരുന്നു. എന്ത് പറഞ്ഞിരുന്നു? അവൾ വരുന്ന അതേ പാതയിൽ നിങ്ങൾ കൊയ്ത് കെട്ടിയ കറ്റയ്ക്കകത്തു നിന്ന് അവൾക്ക് വേണ്ടി ചിലത് വലിച്ചിട്ട് കൊടുത്തേക്കണം. ഈ 8ാമത്തെ രാത്രിയിലും കർത്താവ് സംസാരിക്കുന്നു, നമുക്ക് വേണ്ടി ചിലത് കെട്ടിയ കറ്റയ്ക്കകത്തു നിന്നും അവൻ വലിച്ചിട്ട് തന്ന ദിവസങ്ങൾ നമ്മൾ മറക്കരുത്. ഇന്ന് രാത്രിയിലും ചിലരെ പരിശുദ്ധാത്മാവ് വിശ്വാസത്തിൽ ഉറപ്പിച്ചു പറയുന്നു, ഒരുപക്ഷെ നീ അവിടെ കാലെടുത്ത് വെച്ചപ്പോൾ ആ ഓഫീസിന്റെ ഡോറുകൾ അടഞ്ഞു കാണും, ആ ജോലിയുടെ വഴികൾ അടഞ്ഞു കാണും, ആ വേക്കൻസിയുടെ വാതിലുകൾ അടഞ്ഞു കാണും. പക്ഷെ ദൈവാത്മാവ് പറഞ്ഞു, നീ മടുക്കാതെ പിന്മാറാതെ പ്രാർത്ഥിച്ചാൽ നീ കാലി ചവിട്ടി നിൽക്കുന്ന അതേ ജോലി സ്ഥലത്ത് കർത്താവ് ഇന്ന് രാത്രിയിൽ നിനക്ക് വേണ്ടി കെട്ടിവെച്ച കറ്റയ്ക്കകത്തു നിന്നും നിനക്ക് വേണ്ടി ചിലതവൻ വലിച്ചിട്ട് തരുന്ന ദൈവമാണ്. സന്തോഷത്തോടെ ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എത്രയെത്രയോ കരുതലുകൾ, എത്രയെത്രയോ സൂക്ഷിപ്പുകൾ ഞാനും നിങ്ങൾ കണ്ടവരാ പ്രിയരെ. ഇന്ന് രാത്രിയിൽ മറക്കരുത്. സ്തോത്രം. ഈ പെട്ടകത്തിനകത്ത് കരുതലിൻ്റെ പാത്രമുണ്ട്. മറ്റൊന്ന് അഹരോന്റെ തളർത്ത വടിയുണ്ട്. നേതൃത്വത്തെ ചൊല്ലി, ശുശ്രൂഷയെ ചൊല്ലി സ്തോത്രം, ആക്ഷേപങ്ങൾ ഉയർന്നപ്പോൾ, മത്സരങ്ങൾ ഉയർന്നപ്പോൾ രക്തത്താൽ ജയം. ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. സ്തോത്രം. ഒരു വടി തളിർത്ത് അതൊരു വൃക്ഷമാകണമെങ്കിൽ, അത് പൂക്കണമെങ്കിൽ, അത് കായ്ക്കണമെങ്കിൽ സ്തോത്രം, അതിന് സമയമെടുക്കും, കാലങ്ങളെടുക്കും. പക്ഷേ അടുത്ത പ്രഭാതം പുലരുന്നതിന് മുൻപ് അഹരോൻ എന്ന മനുഷ്യന്റെ പേരിൽ എഴുതി വെച്ച വടിയെ തളിർപ്പിച്ച ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ, ദൈവമക്കളെ, ദൈവദാസന്മാരെ, നമ്മൾ ഭാരപ്പെടേണ്ട. അടുത്ത പ്രഭാതം പൊട്ടിപ്പുലരുന്നതിന് മുൻപ് ചില കാര്യങ്ങൾക്കകത്ത് ദൈവം തീർപ്പ് കൽപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നോക്കിക്കേ, ഇപ്പോൾ കരുതലിൻ്റെ പാത്രമില്ല, പഴയ പോലുള്ള തളിർപ്പുകളില്ല, പഴയ പോലുള്ള കരുതലുകളില്ല. ഇപ്പോൾ എന്തു മാത്രമേ ഉള്ളൂ? രാവിലെ കൃത്യം 10 മണിക്ക് തുടങ്ങും, 12:30 ആകുമ്പോൾ മീറ്റിംഗ് തീർന്നില്ലെങ്കിൽ പിന്നെ ഉപദേശിക്ക് പ്രശ്നമാണ്. ഇങ്ങനെ ടൈം ടേബിളായി എഴുതപ്പെട്ട സിസ്റ്റങ്ങൾക്കകത്ത് ആത്മതലങ്ങളെ പിശാച് പരീശന്മാരെ കയ്യിലെടുത്ത് ഒതുക്കിയിടുമ്പോൾ ഇന്ന് രാത്രിയിൽ ആത്മീയ സ്വാതന്ത്ര്യത്തോടെ മണിക്കൂറുകൾ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ഉപവസിക്കാനും സ്തോത്രം ചെയ്യാനും കർത്താവ് നമുക്കൊരുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട വേദികൾ, നല്ല സ്പിരിച്വൽ പ്ലാറ്റ്ഫോമുകൾക്കായി, നല്ല സഭകൾക്കായി, നല്ല അഭിഷിക്തന്മാർക്കായി, നല്ല സഹോദരന്മാർക്കായി, നല്ല ആത്മീയ വേദികൾക്കായി ഈ രാത്രി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ജുഡിമിനി ഹദർഗനാദിയ അസ്കജേലക്ഷന ദിവൽ ഖമാനിയാതുന. ഈ രാത്രി പരിശുദ്ധാത്മ പറയുന്നു, നമ്മുടെ അതിരുകൾ വിശാലമാകാൻ പോകുകയാണ്. നമ്മുടെ പ്രാർത്ഥനയുടെ അതിരുകൾ വിശാലമാകാൻ പോവുകയാണ്. അല്പസമയങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് ഷാഖൂനിയാസിയ അർബൽ ഖമാനിയ സൂര്യബാവ അർഗജേലഗശന പ്രൗഢിബിലി ഹന്തർ ജാനകസിയാദന. ദൈവദാസനോട് പരിശുദ്ധാത്മ പറയുന്നു, യോശുവയുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ ദൂത് സ്തോത്രം, പരാജയം സമ്മതിക്കാൻ വിട്ടുകൊടുക്കാത്ത യോശുവ അന്ന് ദൈവവുമായി സംസാരിച്ചു പറഞ്ഞു, സൂര്യ നീ ഗെബയോനിലും ചന്ദ്ര നീ അയ്യാനോലിൽ നിൽക്ക്. ചില അസ്തമനങ്ങളെ നോക്കി
കൽപ്പിക്കുന്നവനെ പോലെ, ചില അസ്തമനങ്ങളെ നോക്കി പ്രവചിക്കുന്നവനെ പോലെ ആത്മതലത്തിൽ നിന്ന് പ്രാപിച്ചത്, സ്തോത്രം, ചിലരുടെ ആയുസിനെ അസ്തമിപ്പിക്കാൻ, ചിലരുടെ നന്മകളെ അസ്തമിപ്പിക്കാൻ, ചിലരുടെ ജോലികളെ അസ്തമിപ്പിക്കാൻ, ചിലരുടെ ആരോഗ്യത്തെ അസ്തമിപ്പിക്കാൻ പിശാച് കൊണ്ടുവരുന്ന സ്ട്രാറ്റജികളെ ആത്മാവിൽ ക്യാൻസൽ ചെയ്ത ഒരു യോദ്ധാവിനെ പോലെ, ഒരു യോശുവയെ പോലെ ആത്മാവ് ഇന്ന് രാത്രിയിൽ പ്രവചിച്ചു പറയുന്നു. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചില വാക്കുകൾ, അഭിഷിക്തനെ, അങ്ങയുടെ വാക്കുകൾ ഈ രാത്രി ചിലത് നിർത്തൽ ചെയ്യും. റബൽ ഖമാനിയാജന, ആത്മമണ്ഡലത്തിൽ, ആസ്ട്രോളജി, സ്തോത്രം, വിച്ച് ക്രാഫ്റ്റ്, ഈ സ്പിരിറ്റുകളുടെ മേൽ ഒരു ഭയങ്കര അതോറിറ്റി പരിശുദ്ധാത്മാവ് തുറന്നു തരും. രക്തത്താൽ ജയം. നോക്കിക്കേ, ആ കാലത്ത് യേശു പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്നു ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. ദൈവത്തിന് സ്തോത്രം. സപ്പോർട്ട് ആരുമില്ല, ശിഷ്യന്മാരില്ല, ആരുമില്ല. ഒറ്റയ്ക്ക് യേശു പ്രാർത്ഥിക്കാനായിട്ട് ഒരു മലയിലേക്ക് കയറി. നമുക്കും ഉണ്ടായിരിക്കട്ടെ ഒരു പ്രാർത്ഥനാ സ്ഥലം. പത്രോസിനൊരു വെൺമാടമുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ അവിടെ കയറിയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. നമുക്കും ഉണ്ടാകട്ടെ ഒരു പ്രാർത്ഥനാ സ്ഥലം. നമുക്കും ഉണ്ടാകട്ടെ രഞ്ജിത്ത് ബ്രദറെ ഒരു പ്രാർത്ഥനാ സമയം. നമുക്കും ഉണ്ടാകട്ടെ റോസി ബ്രദറെ ഒരു പ്രാർത്ഥനാ സ്ഥലം. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരു പ്രയർ റൂം നമുക്കും ഉണ്ടാകാൻ നമുക്ക് സ്തോത്രം ചെയ്യാം. യേശു മലയിൽ പതിവായിരുന്നു. അവിടെ പോയി അവൻ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം പ്രഭാതത്തിൽ യേശു 12 പേരെ ശിഷ്യന്മാരിൽ നിന്നും വേർതിരിച്ചു. പ്രൈസ് ദി ലോർഡ്. സഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു അധികാരമാണ് ശുശ്രൂഷകന്മാരെ വേർതിരിക്കുന്നതിന് വേണ്ടി. ഞാൻ ഇന്ന് രാത്രിയിൽ സഭയോട് ആത്മനിയോഗത്തോടെ പ്രവചിച്ചു പറയുന്നു, ഈ ഉപവാസം കഴിയുമ്പോൾ പാസ്റ്റർ കൈവച്ച് ചിലരെ വേർതിരിക്കുന്ന ഒരു വെളിപ്പാട് ആത്മാവിനെ കാണിക്കുന്നു. രക്തത്താൽ ജയം. ചിലരെ സഭയുടെ കൂടെ നിർത്തി ശുശ്രൂഷയിൽ അഭ്യസിപ്പിക്കുന്ന ഒരുപക്ഷെ ഇന്ന് അവരുടെ കൈകൾ ദുർബലമായിരിക്കാം. പാസ്റ്ററെ, പരിശുദ്ധാത്മാവിനോട് പറയുന്നു, അങ്ങ് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോ, ചിലതിനെ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കുന്ന ദിവസങ്ങൾ മുൻപിൽ വരും. രക്തത്താൽ ജയം. പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. അതെ, ദാവീദിന്റെ കൂടെയുള്ളവർ കടമുള്ളവരും കയ്യിലൊന്നുമില്ലാത്തവരും ഞെരുക്കമുള്ളവരും സന്തുഷ്ടിയില്ലാത്തവരുമാ. പക്ഷെ കൂടെ നിർത്തി പ്രാർത്ഥിച്ച് കൈവച്ച് കഴിഞ്ഞപ്പോൾ അവർ ആരായെന്നറിയാമോ? അവർ വില്ലാളികളും ഇടം കൈ കൊണ്ടും വലം കൈ കൊണ്ടും എറിയാൻ പ്രാപ്തന്മാരുമായി തീർന്നതുപോലെ ഈ ദിവസങ്ങളിൽ ചിലരെ എല്ലാവരെയുമല്ല, ആത്മനിയോഗത്തോടെ പരിശുദ്ധാത്മാവ് കാണിക്കുന്ന ചിലരെ കൈവച്ച് പ്രാർത്ഥിച്ച് വേർതിരിച്ചോ. അങ്ങയുടെ കൈകൾക്കകത്തുകൂടെ ചില ശിഷ്യന്മാർ, ചില പ്രവാചകന്മാർ, ചില ഉപദേഷ്ടാക്കന്മാർ ആത്മാവ് പുറത്തു കൊണ്ടുവരും എന്ന് പരിശുദ്ധാത്മാവ് ദൂതായി വിളിച്ചു പറയുന്നു. രക്തത്താൽ ജയം. അവൻ 12 പേരെ വേർതിരിച്ചു. അവർക്ക് അപ്പോസ്തോലന്മാർ എന്ന് പേരിട്ടു. ഇങ്ങനെയാണ് അപ്പോസ്തോലന്മാർ രംഗത്ത് വരുന്നത്. ഇനിയും നമുക്ക് 9-ാം അധ്യായത്തിലേക്ക് ഓടി വരാം. 9-ാം അധ്യായം എടുക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട്, അവൻ 12 വരെ അടുക്കൽ വിളിച്ചു. ക്ലോസ്. അവൻ ഒന്നുകൂടെ അവൻ്റെ അടുക്കലേക്ക് അവരെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ദൈവരാജ്യം പ്രസംഗിക്കണം, രോഗികളെ സൗഖ്യമാക്കണം. ഇങ്ങനെ ഒരു ഗ്രേറ്റ് കമ്മീഷൻ ദൈവം അവരെ ഏൽപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ കുറച്ചുകൂടെ നമ്മൾ മുൻപോട്ട് വരുമ്പോൾ ഈ 9-ാം അധ്യായത്തിൽ അവരുടെ ജീവിതത്തിൽ അവരുടെ മിഷൻ പൂർത്തീകരിക്കാൻ കഴിയാതെ പോയ കുറേ ഡ്രോബാക്സ് ഉണ്ട്, കുറേ കുറവുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒന്ന് ചിന്തിച്ച് ഞാൻ എൻ്റെ ദൂതിലേക്ക് ഓടി വന്ന് നമുക്ക് അവസാനിപ്പിക്കാം. നോക്കിക്കേ, അതിനെ 28 മുതൽ നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് വീണ്ടും ശിഷ്യന്മാരെയും കൊണ്ട് പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. അതിൽ 9 പേരെ മാറ്റി നിർത്തി വീണ്ടും ഒരു വേർതിരിവ് വരികയാണ്. 3 പേരെയും കൊണ്ട് കർത്താവ് മലയിലേക്ക് കയറിപ്പോവുകയാണ് പ്രാർത്ഥിക്കാൻ. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയുമായി യേശു പ്രാർത്ഥനാ മലയിലേക്ക് കയറുമ്പോൾ ദൈവത്തിന് സ്തോത്രം, എന്ത് സംഭവിച്ചു? മോശയും ഏലിയാവും കർത്താവിനോട് സംസാരിക്കുന്നത് ശിഷ്യന്മാർ കണ്ടു. സ്തോത്രം. ഞാൻ ഇന്ന് രാത്രിയിൽ സഭയോടൊരു ദൂത് പറയട്ടെ. ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം, ചില ആത്മതലങ്ങൾ സഭയുടെ മേൽ തുറക്കാൻ പോകുക. ദൈവത്തിന് സ്തോത്രം. ചില ഏഞ്ചലിക് ഇന്റർവെൻഷൻ വരാൻ പോകുക. ചില ഗ്ലോറിയസ് സ്ഥലങ്ങൾ ദൈവം തുറക്കാൻ പോകുക. ചില റിവൈവൽ പോർട്ടലുകൾ ദൈവം തുറക്കാൻ പോകുക. ചില ഗിഫ്റ്റുകൾ ദൈവം തുറക്കാൻ പോകുക. ഈ രാത്രിയിൽ വിശ്വസിക്കുന്നവർക്കായി ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നോക്കിക്കേ, ശിഷ്യൻ
ശിഷ്യന്മാരുമായി യേശു പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ അവരൊരു കാഴ്ച കാണുകയാണ്. സ്തോത്രം. ആമേൻ. ഇതുവരെ കർത്താവ് പ്രാർത്ഥിക്കാൻ പോയിടത്തെല്ലാം കർത്താവ് ഒറ്റയ്ക്കേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ നോക്കിയപ്പോൾ മോശയുണ്ട്, ആമേൻ, മറ്റൊരാൾ ഏലിയാവുണ്ട്. പഴയ നിയമത്തിന്റെ ശക്തന്മാരായ രണ്ടാളത്വങ്ങൾ പ്രാർത്ഥനാമലയിൽ ഇറങ്ങി നിൽക്കുകയാ. ഈ രാത്രി നിന്റെ പ്രാർത്ഥനാ സ്ഥലങ്ങൾക്കകത്ത് ഡിവൈൻ എൻകൗണ്ടറുകൾ ദൈവം തുറക്കും. ദൈവത്തിന് സ്തോത്രം. അത് കണ്ടപ്പോൾ അവരുടെ പഴയ കാലങ്ങളൊക്കെ അവരുടെ ഉള്ളിലേക്ക് ഓടി വന്നു. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, അതിന്റെ 33-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, കർത്താവിനോട് ശിഷ്യന്മാരിൽ പത്രോസ് ആവശ്യപ്പെടുകയാണ്, കർത്താവെ, നമ്മളിവിടെ ഇരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ ഒരു കുടിലുണ്ടാക്കാം, ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും എന്ന് താൻ പറയുന്നത് ഇന്നതെന്ന് അറിയാതെ പറഞ്ഞു. റിഖാന ഭാഷാന്തര. ഈ രാത്രിയിൽ ആമേൻ താൻ പറയുന്നത് ഇന്നതാണ് എന്ന് അറിയാതെ പറയുന്ന ഓമേൻ ഒരു പ്രത്യേക ആത്മതലം. സ്തോത്രം. ഇത്രത്തോളം ആത്മസാന്നിധ്യവും ആത്മതലവും വെളിപ്പെട്ടിട്ടും ഇന്നതാണ് താന് പറയുന്നതെന്ന് അറിയാതെ പറയുന്ന ഒരു പ്രത്യേക താഴ്ചയുടെ തലത്തിൽ പത്രോസ് നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നോക്കിയേ, ഇത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടു. അവർ മേഘത്തിലായപ്പോൾ പേടിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ആമീൻ സ്തോത്രം, ചില പത്രോസുമാര് ഭയപ്പെടുന്ന ഒരു മേഘം നിന്റെ മേൽ ഇറങ്ങാൻ പോകുക. ദൈവത്തിന് സ്തോത്രം. സ്തോത്രം. അവർ പറയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവന് നിങ്ങൾ ചെവി കൊടുക്കണം. നോക്കിക്കേ, അത് സംഭവിച്ചപ്പോൾ, ആ ഒരു എൻകൗണ്ടർ വന്നപ്പോൾ, ഇപ്പോൾ മോശയില്ല, ഇപ്പോൾ ഏലിയാവില്ല, ഇപ്പോൾ അവർ യേശുവിനെ ഒന്നുകൂടെ വ്യക്തമായി കാണുകയാണ്. ഒന്നുകൂടെ വ്യക്തമായ ആത്മതലങ്ങളെ കണ്ട് പത്രോസ് മുൻപോട്ട് പോവുകയാണ്. ഇനി എൻ്റെ 37 മുതൽ 43 വരെ ഒരു ഹീലിംഗ് വെളിപ്പെടുകയാണ്. സ്തോത്രം. പക്ഷെ 41-ാമത്തെ വാക്യത്തിൽ ആമേൻ 9:41 യേശു ശിഷ്യന്മാരെ അഡ്രസ് ചെയ്യുന്നത് കണ്ടോ? അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളെ സഹിക്കും. നോക്കിയേ, ഒരു ഭാഗത്ത് പ്രാർത്ഥിച്ച് വേർതിരിച്ചവരാണ്. ആമേൻ മോശയും ഏലിയാവും ഒക്കെ വന്ന് സ്വർഗീയമായ എൻകൗണ്ടർ വെളിപ്പെട്ടിട്ടും ഇപ്പോൾ ശിഷ്യന്മാരെ ഒരു ഗ്രേറ്റ് കമ്മീഷൻ ഏൽപ്പിച്ചിട്ടും ആ ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷ അവർക്ക് ചെയ്തെടുക്കാൻ കഴിയാതെ അവരുടെ മേൽ നിൽക്കുന്ന അവിശ്വാസങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ആമേൻ നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത് വിശ്വാസത്തിന്റെ നായകനായിട്ടാണ്. വിശ്വാസത്തിന്റെ നായകരായിട്ടാണ്. ലീഡർഷിപ്പിലേക്ക് ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. നമ്മുടെ മുമ്പിൽ ഒരു കമ്മീഷൻ ദൈവം തന്നിരിക്കുകയാണ്. ആമേൻ. ഇന്ന് രാത്രിയിൽ തിരിച്ച് നമ്മളെ ദൈവം വിളിക്കാനിട വരരുത്. ഉപവാസം കഴിയുമ്പോൾ നമ്മുടെ വിശ്വാസം വളരണം, വിശ്വാസം വർദ്ധിക്കണം. ഗ്രേറ്റ് ഫെയ്ത്തിലേക്ക് നമുക്ക് വരാൻ കഴിയണം. ദൈവത്തിന് സ്തോത്രം. ഇനിയും അടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ 44, 45 വാക്യങ്ങളിൽ ആ വാക്ക് അവർ ഗ്രഹിച്ചില്ല. അത് തിരിച്ചറിയാതെ വണ്ണം അവർക്കതെല്ലാം മറഞ്ഞിരുന്നു. എന്നാൽ അത് സംബന്ധിച്ച് ചോദിപ്പാനോ അവർ ശങ്കിച്ചു. നോക്കിക്കേ, 3 ബലഹീനത അവിടെ കാണാം. ഒന്ന്, ഈ പറയപ്പെട്ട ഒരു കാര്യവും ഇവരാരും ഗ്രഹിച്ചിട്ടില്ല. 2, അവർക്കിതൊന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല. 3, ആമേൻ, എന്നാൽ കർത്താവിനോട് ചോദിക്കാനോ അവർക്ക് അല്പം ശങ്കയാ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിലും എല്ലാവരും ഒരേ ആത്മതലത്തിലാകണമെന്നില്ലല്ലോ. ചിലർക്ക് വിശ്വാസം മുൻപിലായിരിക്കും, ചിലർക്ക് വിശ്വാസം ഒട്ടും ഇല്ലായിരിക്കും. പക്ഷെ ഇവിടെ ഇവർക്ക് ആ വാക്കുകളൊന്നും ഗ്രഹിക്കാനും തിരിച്ചറിയാനും കഴിയാത്തൊരു ആത്മതലമുണ്ട്. ദൈവത്തിന് സ്തോത്രം. വീണ്ടും അതിൻ്റെ 46-ാമത്തെ വാക്യം നോക്കിക്കേ, വേഴ്സ് 46. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? അവരുടെ ഗ്രൂപ്പിൽ ആരാണ് വലിയവൻ? ഇപ്പോഴത്തെ പ്രശ്നം തന്നെ അടുത്ത പ്രസിഡന്റ് ആരാണ്, അടുത്ത സെക്രട്ടറി ആരാണ്, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പ്രശ്നം. അവരുടെ ഗ്രൂപ്പിൽ ഒരു ഭയങ്കര ചർച്ചാ വിഷയം. ഗ്രേറ്റ് കമ്മീഷൻ മറന്നുപോയി. ദൈവമേൽപ്പിച്ച ശുശ്രൂഷ എവിടെയോ വിസ്മരിക്കപ്പെട്ടു. ദൈവമേൽപ്പിച്ച ആ ശുശ്രൂഷകൾ എവിടെയൊക്കെയോ തമസ്കരിക്കപ്പെടുകയാണ്. ഇപ്പോൾ അവരുടെ ഡിസ്കഷൻ എന്താണ്? ഞങ്ങളുടെ ഗ്രൂപ്പിൽ വലിയവൻ ആരാണ്? ഇങ്ങനെ പിന്നീട് 55-ാമത്തെ വാക്യത്തിൽ കർത്താവിനെ വീണ്ടും ശാസിക്കുകയാണ്. നിങ്ങൾ ഏതാത്മാവിന് അധീനരാണ് എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഇങ്ങനെ സ്തോത്രം. 62-ാമത്തെ വാക്യം, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല.
സ്തോത്രം പാസേ. ഈ വാക്യം വാസ്തവത്തിൽ ഞാൻ ജോലി റിസൈൻ ചെയ്ത് ഫുൾ ടൈം മിനിസ്ട്രിയിൽ ഇറങ്ങാനുണ്ടായ ഒരു വാക്യം. ഞാൻ ജോലി സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ തൊട്ട് താഴെ ഒരു പാസ് പഠിപ്പിക്കുക. അന്ന് താൻ വായിച്ച വാക്യം ഇതാ: കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത്, ഇത്രത്തോളം ദൗർബല്യങ്ങൾക്ക് നടുവിൽ കർത്താവ് ഒരു കൂട്ടം ആളുകളെ 10-ാമത്തെ അധ്യായത്തിൽ വേർതിരിക്കുകയാണ്. 70 പേർ. അവർ അപ്പോസ്തലന്മാരുടെ ലിസ്റ്റിലില്ല, അവർക്ക് ആ ഗ്രേറ്റ് കമ്മീഷൻ ഇല്ല. പക്ഷേ അവർക്കൊരു അധികാരം, ഒരു നിയമനം ദൈവം കൊടുക്കുകയാണ്. എന്താണ്? സ്തോത്രം. അവർ പോയിടത്തെല്ലാം രോഗികൾ സൗഖ്യമായി. ആകാശത്ത് നിന്ന് ശത്രു വെട്ടേറ്റ് താഴെ വീണു. എന്നാൽ 12-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇവരെ എല്ലാവരെയും കൂടെ നിർത്തി കർത്താവ് വിളിക്കുന്ന ഒരു പേരാണ് 12:32. അതിങ്ങനെയാണ്: ചെറിയ ആട്ടിൻകൂട്ടമേ. ദൈവത്തിന് സ്തോത്രം. നന്നായി പണിയാൻ അറിയുന്ന ആളാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ ഏത് ഭാഗത്താണ് കർത്താവ് തന്ന മിഷൻ പൂർത്തീകരിക്കാൻ കഴിയാതെ നിൽക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ആ ഭാഗങ്ങളെ പണിത് 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 നല്ല തച്ചനാകുന്ന കർത്താവ് പണിത് അവൻ നമ്മെ നല്ല പാത്രമാക്കിയിട്ട് പറയും, നീ ഒരു ചെറിയ ആട്ടിൻകൂട്ടമാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു ആടിനെ സംബന്ധിച്ചിടത്തോളം അതിന് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു ബലഹീന ജീവിയാണല്ലോ ആട്. ദൈവത്തിന് സ്തോത്രം. സ്വന്തമായി പ്രതിരോധിക്കാൻ കഴിയാത്തൊരു ജീവിയാണ് ആട്. സ്വന്തമായി രോഗം വന്നാൽ സൗഖ്യമാകാത്തൊരു ചികിത്സിച്ചാൽ പോലും വേഗത്ത് പൊറുതി വരാത്തൊരു ജീവിയാണ് ആട്. ഇങ്ങനെ ഒത്തിരി ആടിൻ്റെ ബലഹീനതകൾ നമുക്കറിയാം. പക്ഷേ ഇന്ന് രാത്രി ഞാൻ ദൂത് പറയുക, കർത്താവ് ശിഷ്യന്മാരെ വിളിക്കുകയാണ്: ചെറിയ ആട്ടിൻകൂട്ടമേ, നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. ഒരുപക്ഷെങ്കിൽ ശത്രുവിൻ്റെ ദൃഷ്ടിയിൽ നമ്മളെ കാണുന്നത് ഒരു ചെറിയ ഗ്രൂപ്പ്, ഒരു ചെറിയ കൂട്ടം, ഒരു ചെറിയ സഭ, ഒരു ചെറിയ കൂട്ടായ്മ. ഞാൻ പറയാറുണ്ട്, ഈ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഈ 2000 കാലങ്ങളിലൊക്കെ നമുക്കറിയാം സുനാമിയുടെ ഭയങ്കര ഒരു പ്രശ്നം വന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അന്ന് സംഭവിച്ച ഒരു കാര്യമുണ്ട്. ഈ സുനാമിയെക്കുറിച്ച് പിന്നത്തേതിൽ സയൻറ്റിസ്റ്റ് പഠിച്ചു. അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാം. അവരന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഓഷ്യന്റെ ഏതോ അടിത്തട്ടിൽ ഒരു 3 ഇഞ്ച് വലിപ്പമുള്ള ഒരു കൊച്ചു ഗ്യാപ്പ് ഫോം ചെയ്തു. ആ ഗ്യാപ്പ് സമ്മർദ്ദം കൊണ്ട് പ്രഷർ കൂടിയപ്പോൾ വലുതായിട്ടാണ് അത് പിന്നത്തേതിൽ സുനാമിയായിട്ട് മാറിയത്. നോക്കൂ, ഒരു കൊച്ചു സഭ കൊണ്ട്, ഒരു കൊച്ചു ഉപവാസം കൊണ്ട്, ഒരു കൊച്ചു സഹോദരനെ കൊണ്ട്, ഒരു കൊച്ചു പ്രയർ കൊണ്ട് എന്താ സംഭവിക്കുക? ഒരു 3 ഇഞ്ച് വലിപ്പമുള്ള ഒരു കൊച്ചു ഗർത്തം പസഫിക് ഓഷ്യൻ്റെയോ ഇന്ത്യൻ ഓഷ്യൻ്റെയോ ഏതോ അടിത്തട്ടിൽ ഒരു വിള്ളൽ വീണപ്പോൾ അത് രാജ്യങ്ങളെ സ്വാധീനിക്കുന്ന ഒരു ഭയങ്കര സുനാമിയായി മാറിയെങ്കിൽ, എന്നെയും നിങ്ങളെയും ദൈവം ആത്മതലത്തിൽ ഉപയോഗിച്ചാൽ ഇന്ന് വരെ ആർക്കും ഞാനും നിങ്ങളും എവിടെയാകും, ഈ സഭ എങ്ങനെയാകും എന്ന് ഇന്ന് വരെ ആരും പ്രവചിക്കാത്ത നിലവാരത്തിൽ നമ്മെ വളർത്താൻ പരിശുദ്ധാത്മാവ് ശക്തനാണ്. പക്ഷേ അവൻ്റെ കൈകളിൽ നാം എത്തപ്പെടണമെന്നേ അവൻ ആഗ്രഹിക്കുന്നുള്ളൂ. കർത്താവ് വിളിക്കുകയാണ്: ചെറിയ ആട്ടിൻകൂട്ടമേ, നിങ്ങൾ ഭയപ്പെടരുത്. ദൈവത്തിന് സ്തോത്രം. സമയം പോകുന്നതുകൊണ്ട് ഞാൻ വേഗം മുൻപോട്ട് ഓടുകയാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ ഇതുപോലെ അഡ്രസ്സ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം ശ്രദ്ധിച്ച്. 27-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് ഞാനൊന്ന് വായിക്കാം. ഇസ്രായേല്യരെയും എണ്ണി നോക്കി. ശ്രദ്ധിക്കണമേ, ഇസ്രായേല്യരെയും എണ്ണി നോക്കി. എന്നിട്ട് സ്തോത്രം, ഇസ്രായേല്യരെയും എണ്ണി നോക്കി. അവർ ഭക്ഷണപദാർത്ഥങ്ങൾ എടുത്തു, അവരുടെ നേരെ പുറപ്പെട്ടു. ഇസ്രായേല്യർ ആട്ടിൻകുട്ടികളുടെ 2 ചെറിയ കൂട്ടം പോലെ അവരുടെ നേരെ പാളയമിറങ്ങി. എന്നാൽ അരാമ്യരോ ദേശത്ത് നിറഞ്ഞിരുന്നു. നിങ്ങൾ കണ്ടോ വാക്യങ്ങൾ? ഇസ്രായേല്യരെയും എണ്ണി. സ്തോത്രം. ഇവർ 2 കൗണ്ടിങ് നടക്കുകയാണ്. ഒന്ന്, ഇസ്രായേല്യരെ എണ്ണി നോക്കിയപ്പോൾ സ്തോത്രം, അരാം സൈന്യത്തിന് മനസ്സിലായി ഈസി ആയിട്ട് അവരെ അറ്റാക്ക് ചെയ്യാം, ഈസി ആയിട്ട് അവരെ തോൽപ്പിക്കാം. അവരെ കീഴ്പ്പെടുത്തുന്നതിനോ പരാജയപ്പെടുത്തുന്നതിനോ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം അവർ ആട്ടിൻകുട്ടികളുടെ 2 ചെറിയ കൂട്ടമാണ്. എന്നാൽ അരാമ്യരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതോ നോക്കൂ, നമ്മൾ ആ വാക്യത്തിൽ കാണുന്നു, അരാമ്യരോ ദേശത്ത് നിറഞ്ഞു നിൽക്കുകയാണ്.
ഇനി ഇത് തമ്മിൽ കമ്പയർ ചെയ്ത്, ദേശത്ത് നിറഞ്ഞു നിൽക്കുന്ന അരാം സൈന്യവും ചെറിയ രണ്ട് ആട്ടിൻകൂട്ടത്തെ പോലെ തോന്നുന്ന ഇസ്രയേലിനെയും കൂടെ ഒരു പോർക്കളത്തിൽ നിർത്തിയാൽ ബുദ്ധിയുള്ളൊരു മനുഷ്യൻ പറയും, എന്ന് പറയും, ഉറപ്പാണ് ഇസ്രയേൽ പരാജയപ്പെടും, ഇസ്രയേലിയർ തോറ്റുപോകും. കാരണം ഈ വലിയ ദേശത്ത് നിറഞ്ഞു നിൽക്കുന്ന അരാം സൈന്യത്തോട് പോരാടുവാൻ ഒരുപക്ഷെങ്കിൽ ആമേൻ ഈ ചെറിയ രണ്ട് ആട്ടിൻകൂട്ടങ്ങൾക്ക് ശേഷി പോരാതെ വരും. സ്തോത്രം. ഞാൻ പുതിയ നിയമത്തിലേക്ക് വന്ന് ആമേൻ ദൈവം അനുവദിക്കുന്നെങ്കിൽ, സമയം കിട്ടുമെങ്കിൽ നമുക്ക് അവിടെ വരാം. ദൈവത്തിന് സ്തോത്രം. നോക്കിയേ, ഇവിടെ 20-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്ന അരാം രാജാവായ ബെൻഹദദ് തൻ്റെ സൈന്യത്തെയൊക്കെയും ഒന്നിച്ചുകൂട്ടി അവരോടുകൂടെ 32 രാജാക്കന്മാരും കുതിരകളും രഥങ്ങളും ഉണ്ടായിരുന്നു. അവർ പുറപ്പെട്ടു വന്ന് ശമരിയെ നിരോധിച്ചു, അതിനു നേരെ യുദ്ധം ചെയ്തു. അവൻ ഇസ്രായേൽ രാജാവായ ആഹാബിന്റെ അടുക്കൽ പട്ടണത്തിലേക്ക് ദൂതന്മാരെ അയച്ചു അവനോട്, ശ്രദ്ധിക്കണം, ഇനി നിന്റെ വെള്ളിയും നിന്റെ പൊന്നും എനിക്കുള്ളത്, നിന്റെ സൗന്ദര്യമേറിയ ഭാര്യമാരും പുത്രന്മാരും എനിക്കുള്ളവർ എന്നിങ്ങനെ ബെൻഹദദ് പറയുന്നു എന്ന് പറയിച്ചു. ഇന്ന് രാത്രി ശ്രദ്ധിച്ചേ, ഒരു കാരണമില്ലാതെ, വിത്തൗട്ട് എ ജെനുവിൻ റീസൺ, ഒരു നീതിപൂർവമായ കാരണങ്ങൾ പോലുമില്ലാതെ ഇപ്പോൾ അരാം രാജാവായ ബെൻഹദദ് വന്ന് ഈ ശമരിയ പട്ടണത്തിൽ വന്ന് ഇസ്രായേൽ രാജാവിനെ വെല്ലുവിളിക്കുക. എന്താണ് വെല്ലുവിളി? നിന്റെ വെള്ളിയും നിന്റെ പൊന്നും നിന്റെ സൗന്ദര്യമുള്ള ഭാര്യമാരും നിന്റെ പുത്രന്മാരും നിന്റെ പുത്രിമാരും നിനക്കെന്തൊക്കെ ഇഷ്ടമായിട്ടുണ്ടോ, നിനക്കെന്തൊക്കെ വിലപ്പെട്ടതായിട്ടുണ്ടോ, അതെല്ലാം എൻ്റേതാണ്. ദാറ്റ്സ് ബിലോങ്സ് ടു മീ. ഇങ്ങനെ വീമ്പിളക്കുന്ന ഒരു സ്തോത്രം രാജാവിനെയും അവൻ്റെ കൂടെ 32 രാജാക്കന്മാരുടെയും ആ രാജ്യങ്ങളുടെ സൈന്യങ്ങളെയും നമുക്കവിടെ കാണാൻ പറ്റും. ഇന്ന് രാത്രി ശ്രദ്ധിച്ചേ, സ്തോത്രം. അങ്ങനെ അവർ വെല്ലുവിളിച്ചപ്പോൾ ഈ ഇസ്രായേൽ രാജാവായിരിക്കുന്ന ആഹാബ് ആദ്യം ഒന്ന് പരാജയപ്പെട്ടു, ആദ്യം ഒന്ന് ഭയപ്പെട്ടു. സ്തോത്രം. ഇന്ന് രാത്രി മറക്കരുത്, 2 തീമോഥെയോസ് 1-ാം അധ്യായത്തിൽ പറയുന്നില്ലേ, ദൈവം നമുക്ക് തന്ന ആത്മാവിന്റെ പ്രത്യേകത അത് ഭീരുത്വത്തിന്റെ ആത്മാവല്ല. സ്തോത്രം, സ്തോത്രം. പിന്നെ 2 തീമോഥെയോസ് 1:7 പറയുന്നു, ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രത്വത്തിന്റെ ആത്മാവിനെ, സുബോധത്തിന്റെ ആത്മാവിനെ, ശക്തിയുടെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഏതെങ്കിലും വെല്ലുവിളി കേൾക്കുമ്പോൾ ഒരു ഭീരുവാകാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. കാരണം ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ നാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത്. റോമാലേഖനം 8:15 ധന്യനായ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന്, രക്ഷിക്കപ്പെടുന്നതിന് മുൻപ്, ശുശ്രൂഷയിലേക്ക് വരുന്നതിന് മുൻപ്, നാം ദൈവകൃപയിലേക്ക് നയിക്കപ്പെടുന്നതിന് മുൻപ് നാം ഒരു ഭീരുവായിരുന്നിരിക്കാം. പല കാര്യങ്ങളെ ഓർത്ത് ടെൻഷൻ അടിക്കുന്നവരായിരിക്കാം. നാം ഒരു ഭയത്തിന് അടിമയായിരിക്കാം. ഭയം ഒരു സ്പിരിറ്റ് ആണല്ലോ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. പക്ഷെ ഇവിടെ പറയുകയാണ്, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന്, ദൈവരാജ്യത്തിലേക്ക് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടിട്ടും കർത്താവിലേക്ക് നിങ്ങൾ നയിക്കപ്പെട്ടിട്ടും കേൾക്കുന്നതിനെയൊക്കെ ഓർത്ത് ഭയപ്പെടുന്ന ചില സന്ദേശങ്ങൾ വരുമ്പോൾ, ചില വാർത്തകൾ കേൾക്കുമ്പോൾ, സ്തോത്രം, ചില വിഷയങ്ങൾ നമ്മളുമായി കണക്റ്റ് ആകുമ്പോൾ നമ്മളതിനെ ഭയത്തോടെ കാണേണ്ടി വരുന്നൊരു അവസ്ഥയ്ക്കകത്തു നിന്ന് ഇന്ന് രാത്രി ചിലരെ ദൈവം പുറത്തെടുക്കും. സ്തോത്രം. ഒരു പക്ഷെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്നത് പോലെ സ്വന്തം വീട്ടിൽ നിന്നുള്ള സന്ദേശമായിരിക്കാം. യായിറോസിന്റെ വീട്ടിൽ നിന്ന് ഒരു സന്ദേശം വന്നു, നീ പ്രാർത്ഥിക്കണ്ട, ഗുരുവിനെ നീ അസഹ്യപ്പെടുത്തണ്ട, ഇനിയും മീറ്റിംഗ് ഒന്നും നടത്തണ്ട, ഇനിയും മീറ്റിംഗ് വീട്ടിൽ വെക്കണ്ട, കാരണം നീ പ്രാർത്ഥിക്കാൻ പോയ വിഷയം പെട്ടിക്കകത്തായി. നീ പ്രാർത്ഥിക്കാൻ പോയ ആ കൊച്ചിൻ്റെ കാര്യം തീർന്നു, അത് മരിച്ചുപോയി. പക്ഷെ യേശു അവനെ ചേർത്ത് പിടിച്ചിട്ട് പറയുക, ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുക, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഒരുപക്ഷെ സ്വന്തം വീട്ടിൽ നിന്നോ സ്വന്തം ഇടത്തു നിന്നൊക്കെ നമുക്കെതിരെ വരുന്ന ചില വാർത്തകൾ, ചില മെസ്സേജുകളായിരിക്കാം. പക്ഷെ യേശുവിന് പറയാനുണ്ട്, ഭയപ്പെടേണ്ട. നിന്നെ ഭീതിപ്പെടുത്തുന്ന, അവിശ്വസിപ്പിക്കുന്ന, പിൻവലിപ്പിക്കുന്ന ചില അപശബ്ദങ്ങളെ ഈ രാത്രി നമുക്ക് ശാസിച്ച് അതിൻ്റെ മീതെ അതിനെ ഒന്ന് ക്രോസ് ചെയ്ത് മുൻപോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ. കർത്താവിന് സ്തോത്രം. ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ബെൻഹദദ് വന്ന് ആവശ്യപ്പെടുന്നത് അവൻ്റെ സമ്പത്താണ്, അവൻ്റെ പൊന്ന്, അവൻ്റെ വെള്ളി, അവൻ്റെ ഭാര്യമാർ, അവൻ്റെ പുത്രീപുത്രന്മാർ,
ഇതിനെയെല്ലാം പിശാചു വന്ന് ക്ലെയിം ചെയ്യുകയാണ്. ഇന്ന് രാത്രിയിലും ദൈവദാസന്മാർ ഉപവസിക്കുന്ന ദൈവസഭയെ ഒരുപക്ഷെങ്കിൽ നമ്മൾ അറിയാതെ ആത്മമണ്ഡലങ്ങളിൽ ചിലതിനെ ഇന്ന് രാത്രിയിലും അവകാശം പറയുന്നുണ്ട്. നിന്റെ ആരോഗ്യത്തെ അവകാശം പറയുന്നുണ്ട്. നീ അധ്വാനിച്ചു കൊണ്ടുവരുന്ന നിന്റെ ഫൈനാൻസിനെ പിശാച് അവകാശം പറയുന്നുണ്ട്. ഈ രാത്രിയിൽ അവന് യേശുവിൻ്റെ മുമ്പിൽ പരാജയപ്പെട്ടവന് ഇന്ന് രാത്രിയിലും വേറൊരു കുപ്പായമിട്ട് അവൻ വേറൊരു രൂപത്തിൽ നിന്റെ അധ്വാന ഫലത്തെ കൈവശപ്പെടുത്തുവാൻ അവൻ മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും വരുന്നവനാണ്. ഇവിടെ വന്നപ്പോൾ ഈ ഇസ്രായേൽ രാജാവിൻ്റെ ഭാര്യമാരെയും തലമുറകളെയും സമ്പത്തിനെയും അവൻ അവകാശം പറയുക. ഇന്ന് രാത്രിയിൽ എല്ലാ ഫൈനാൻഷ്യൽ ലീക്കേജുകളെയും ഞങ്ങൾ ആത്മാവിൽ ബ്രേക്ക് ചെയ്യുന്നു. എല്ലാ ഫൈനാൻഷ്യൽ ഷോർട്ടേജുകളെയും ഞങ്ങൾ ആത്മാവിൽ ബ്രേക്ക് ചെയ്യുന്നു. നിന്റെ അധ്വാന ഫലം നീ തിന്നും എന്നാണ് ദൈവത്തിൻ്റെ വചനമെങ്കിൽ അത് അനാപത്ത് പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. ആമേൻ. ബി ടുഗദർ ബ്രേക്ക് ഓൾ ദ ബോണ്ടേജസ്, എല്ലാ ഫൈനാൻഷ്യൽ ബോണ്ടേജുകളെയും എല്ലാ ഫാമിലി ഡിസ്ട്രക്ഷനെയും ഞാൻ ആത്മാവിൽ ബ്രേക്ക് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ കൃപയുള്ളവരൊക്കെ ആത്മാവിൽ പോരാടി പ്രാർത്ഥിച്ച് ഉപവാസത്തിൻ്റെ 8ാമത്തെ രാത്രിയാണല്ലോ. ആമേൻ. കുഞ്ഞുങ്ങളെ അവകാശം പറയുന്ന, ആമേൻ, ഭാര്യമാരെ അവകാശം പറയുന്ന, ആമേൻ, ഒരാളുടെ വിഷയം മാറുമ്പോൾ മറ്റൊരാൾക്ക് വിഷയമായി ഒന്നിനെ തൊട്ട് മറ്റൊന്നിലേക്ക് കണക്റ്റ് ആകുന്നത് പോലെ നിൽക്കുന്ന ചില വെല്ലുവിളികളെ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് ബ്രേക്ക് ചെയ്യുന്ന ഒരു വെളിപ്പാട് സഭയ്ക്ക് കൈമാറുക. രക്തത്താൽ ചെയ്യും. ഒന്നുകിൽ കുഞ്ഞിന് വിഷയം, ഇല്ലെങ്കിൽ അമ്മയ്ക്ക് വിഷയം, ഇല്ലെങ്കിൽ സഹോദരിക്ക് വിഷയം, ഇങ്ങനെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് എക്സ്ചേഞ്ചായി മാറി മാറി നിൽക്കുന്നത് പോലെ നിന്റെ കൂടാരത്തെ വിട്ടുമാറാത്ത, നിന്റെ ഭവനത്തിൽ നിന്നും അഴിഞ്ഞു പോകാത്ത ചില പിശാചിന്റെ അവകാശവാദങ്ങളെ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ച് ആത്മാവിൽ അതിനെ ബ്രേക്ക് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അതിന്മീതെ ജയമെടുക്കുകയാണ്. പ്രാർത്ഥിച്ച് റിബന ഹദുരിയ അഡഗസ് കഥാനിയന്തുരി വൈഡൽ കമനി റിബലവ ജുഡവ ദഗസിയ രേജനസിയ സഭ ചേർന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി നിന്റെ കൈകളുടെ അധ്വാന ഫലത്തെ കൊള്ളയടിക്കാൻ, പിടിച്ചു പറിക്കാൻ വാതുകെട്ടുന്ന ചില ഇരുട്ടിന്റെ സ്ട്രാറ്റജികൾക്ക് മീതെ ആത്മാവ് പറയുന്നു, സ്തോത്രം സ്തോത്രം, ആമേൻ, സ്തോത്രം. എൻ്റെ അവകാശത്തിൻ്റെയും എൻ്റെ പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു. ഈ രാത്രി വിട്ടുകൊടുക്കാതെ ഈ രാത്രി ആത്മാവിൽ പോരാടി പ്രാർത്ഥിച്ചേ ചില ഭാര്യമാർ, ചില കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി സ്വതന്ത്രരാകട്ടെ. രക്തത്താൽ ജയം. സ്തോത്രം സ്തോത്രം സ്തോത്രം. നോക്കൂ, ഇവിടെ വന്ന് അവകാശം പറഞ്ഞപ്പോൾ ആദ്യം ഇസ്രായേൽ രാജാവ് ഒന്ന് ആശങ്കപ്പെട്ടു, ഒന്ന് ആടി ഉലഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം ചില വിഷയങ്ങൾ ആദ്യം, ചില പ്രഷർ ആദ്യം ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളൊന്ന് ഒലയും. എങ്ങനെ കാറ്റുകൊണ്ട് വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾ ഉലയുന്നത് പോലെ നമ്മുടെ മനസ്സൊന്ന് ഒലയും. പിന്നീടാണ് നമ്മൾ ദൂത് കേൾക്കുകയും വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു ബലം വരുന്നത്. ആദ്യം ഇസ്രായേൽ രാജാവായ ഈ മനുഷ്യന് നോലഞ്ഞു. അവൻ പറഞ്ഞു, സാറ് പറഞ്ഞ പോലെ ആകട്ടെ, എല്ലാം വന്ന് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. സ്തോത്രം. പക്ഷേ അവന് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഇസ്രായേലിലെ മൂപ്പന്മാർ വന്ന് പറഞ്ഞു, നീ സമ്മതിച്ചു കൊടുക്കരുത്, നീ വിട്ടുകൊടുക്കരുത്, കാരണം പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും പ്രാർത്ഥിക്കാനിരിക്കുന്ന ചിലരോട് ആത്മാവ് പറയുന്നു, വിട്ടുകൊടുക്കരുത്. പ്രവർത്തിക്കുന്ന ഒരു ദൈവകരത്തെ അനുഭവിച്ചവരോട് ആത്മാവ് പറയുന്നു, വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്, പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങൾ തട്ടിയൊന്ന് സ്തോത്രം ചെയ്ത് യേശുവിൻ്റെ നാമത്തിൽ ഈ രാത്രി ദൈവാത്മാവ് പറയുന്നു, വിടുവിക്കുന്ന ഒരു കരം ഇറങ്ങാൻ പോകുക, പ്രവർത്തിക്കുന്ന ഒരു കരം ഇറങ്ങാൻ പോകുക. ഉടമൽ ഖബര ദുരവർദ്ധനാദിയ സിയാതന അന്തർജാനകഷി ധീരൽ കമാനിയ ഐഡൽ കമാനിയ സിയാതന. നമുക്കറിയാം പുറപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. 8:18 ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. മിസ്രയീമിലെ മന്ത്രവാദികൾ ഒരുപോലെ ഫറവോനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇതുവരെ മോശയുടെ മുൻപിൽ ചലിച്ചു നിന്ന ഒരു സംവിധാനമായി. പക്ഷേ ഇപ്പോൾ ഒരു കാര്യം സംഭവിച്ചു. 8-ാം അധ്യായത്തിന്റെ ആമേൻ ആമേൻ അതിന്റെ 18-ാമത്തെ വാക്യം. മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ പേൻ ഉളവാക്കുവാൻ അതുപോലെ ചെയ്തു, എന്നിട്ട് അവർക്ക് കഴിഞ്ഞില്ലതാനും. സ്തോത്രം. അപ്പോൾ 8-ാം അധ്യായത്തിന് മുൻപും മോശ അത്ഭുതങ്ങൾ ചെയ്തിട്ടില്ലേ? ചെയ്തു. വടി താഴെയിട്ടു, വെള്ളത്തെ അടിച്ചു, സ്തോത്രം, പൂഴിയെ അടിച്ചു, ഇങ്ങനെ പല കാര്യങ്ങൾ ഇതിനു മുൻപും മോശ ചെയ്തു. സ്തോത്രം. പക്ഷെ ഇപ്പൊ എന്ത് സംഭവിച്ചു? 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മോശ ഇതിനു മുൻപ് എന്ത് ചെയ്തോ അത് മന്ത്രവാദികളും ചെയ്തു. മോശ വടിയിട്ടപ്പോൾ അവരും വടിയിട്ടു. മോശ ചെയ്ത അത്ഭുതങ്ങൾക്ക്
തത്തുല്യമായി മന്ത്രവാദികളും അത്ഭുതങ്ങൾ ചെയ്തു. അതിനർത്ഥം എന്താ? നീ 8 അല്ല 80 ദിവസം ഉപവസിച്ചാലും ഞങ്ങളുടെ ബൗണ്ടറിക്ക് അപ്പുറം നീ പോകില്ല എന്ന് വാദിക്കുന്ന ഒരു വാദം. രക്തത്താൽ ജയം. നീ എത്ര ദിവസങ്ങൾ ഉപവസിച്ചാലും ഞങ്ങളുടെ പിടിക്കകത്തുനിന്ന് നീ പുറത്തു പോകത്തില്ല എന്ന് പറഞ്ഞ് കുറ്റിയടിച്ച് സ്ഥാപിച്ചതുപോലെ ദൈവസഭകളെ കെട്ടിയിട്ടിരിക്കുന്ന കെട്ടുകൾ, അതിൻ്റെ ബൗണ്ടറികൾ ഈ ഉപവാസത്തിൽ പരിശുദ്ധാത്മാവ് പൊട്ടിക്കും. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. നീ എത്ര കരുതിയാലും സ്തോത്രം, നിന്റെ വലയ്ക്കകത്ത് കയറിയ പലതും ചോർത്തിക്കളയും, ചോർന്നു പോകും എന്ന് പറഞ്ഞു വാതുകെട്ടുന്ന സഭയോടുള്ള ചില വെല്ലുവിളികളെ പരിശുദ്ധാത്മാവ് ബ്രേക്ക് ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ. നീ എത്ര വണ്ടി ഓടിച്ചു, എത്ര ഉപവസിച്ചു, എത്ര ഇൻവെസ്റ്റ് ചെയ്തു, എത്ര സമയങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിച്ചാലും നിന്റെ വലയ്ക്കകത്ത് കയറിയ ചിലതിനെ വലക്കണ്ണി പൊട്ടിച്ച് ഞാൻ പുറത്തു കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് ദൈവസഭയ്ക്ക് നേരെ വാതുകെട്ടുന്ന ചില ഇരുട്ടിന്റെ സ്ട്രാറ്റജികൾ ഈ രാത്രിയിൽ യേശുവിൻ്റെ നാമത്തിൽ പൊട്ടട്ടെ. റബസ്ഖനാദിയ. അതൊരു വെളിപ്പാടാ ദൈവദാസനെ. ആത്മാവ് സഭയോട് പറയുന്നു. അധ്വാനിച്ച് നേടുന്ന പലതിനെയും വലക്കണ്ണികൾ പൊട്ടിച്ച് പുറത്തു കൊണ്ടുപോകുന്ന ഒരു വെളിപ്പാട് കർത്താവ് സഭയോട് പറയുന്നു. എന്നാൽ ഇന്ന് രാത്രി കർത്താവ് ചില കേടുപാടുകൾ പോക്കുകയാ. ചില വലക്കണ്ണികൾ കർത്താവ് വീണ്ടും റീകണക്ട് ചെയ്യുകയാ. പോയ ചിലതിനെ, അധ്വാനിച്ച് നേടിയ ചിലതിനെ ആത്മാവ് മടക്കി തരാൻ വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, ഇവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? സ്തോത്രം. മോശ വടിയിട്ടു, അവരും വടിയിട്ടു. മോശ അത്ഭുതം ചെയ്തു, അവർ അത്ഭുതം ചെയ്തു. മോശ ദൈവപ്രവൃത്തി ചെയ്തു, അവരും അതുപോലെ മറ്റൊരാത്മമണ്ഡലത്തിൽ ചെയ്തു. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണെന്നറിയാമോ? 8-ാമത്തെ അധ്യായം വന്നപ്പോൾ മോശയെ മറികടക്കുവാൻ, മോശയുടെ നേരെ നിൽക്കുവാൻ, മോശയ്ക്കൊപ്പം നിൽക്കുവാൻ ഒരു മന്ത്രവാദത്തിനും കഴിയാത്തതുപോലെ തമ്പുരാൻ വിളിച്ച ദൈവം മോശയെ അങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ആത്മാവ് എൻ്റെ നാവേൽ ആ പദമ രഞ്ജിത്ത് ബ്രദറെ തരുന്നത്. ആത്മാവ് ശുശ്രൂഷയെ അങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ലൈറ്റ് ഹൗസ് റിവൈവൽ ചർച്ചിനെ ഇങ്ങനെ ഞാനങ്ങ് പ്രവചിച്ച് പ്രാർത്ഥിക്കുക, എൻ്റെ ഹൃദയം തുറന്ന് അനുഗ്രഹിക്കുക. സ്തോത്രം. ഒരു ദുഷ്ടശക്തിക്കും മറികടക്കാൻ കഴിയാത്തതുപോലെ പരിശുദ്ധാത്മാവ് പറയുന്നു. എസ്റ്റാബ്ലിഷ്ഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. സ്തോത്രം. അവർക്ക് കഴിഞ്ഞില്ല താനും മനുഷ്യരുടെ മേലും മൃഗങ്ങളുടെ മേലും പേനുളവായതുകൊണ്ട് മന്ത്രവാദികൾ ചെന്ന് ഫറവോനോട് പറയുക. സ്തോത്രം. ഇത് സാധാരണ കാര്യമല്ല, ഇത് യഹോവയുടെ ദൈവത്തിൻ്റെ വിരലാകുന്നു. സ്തോത്രം. ഏത്? അപ്പോൾ ഇതുവരെ ദൈവത്തിൻ്റെ കൈ മോശയുടെ കൂടെ ഇല്ലായിരുന്നു? ഉണ്ടായിരുന്നു. ആ കൈ എവിടായിരുന്നു? ആ കൈ മറഞ്ഞു നിൽക്കുകയായിരുന്നു. പക്ഷേ തക്ക സമയമായപ്പോൾ മോശയുടെ മേൽ ആ കരം വെളിപ്പെടുക. ഞാൻ ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നു, എൻ്റെ ഉള്ളത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് ചേർത്ത് വെക്കുന്ന ചില വെളിപ്പാടുകൾ ലൈറ്റ് ഹൗസ് റിവൈവൽ ഈ ഗ്രൂപ്പിൻ്റെ മേൽ അസാധാരണമായ ചില എൻകൗണ്ടറുകൾ ദൈവത്തിൻ്റെ ആത്മാവ് തുറക്കാൻ പോകുക. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇതുവരെ ഇല്ലാത്ത ചില എൻകൗണ്ടറുകൾ, ഇതുവരെ ഇല്ലാത്ത ചില കൃപാവരങ്ങൾ. റമന ഹതുരിയ അടക രഗച്ചുന വൈശസ് കനേദിയ തുരിവിരി അന്തർജാനഘടകത്തിന് ജഗസിയാതിന് ആഴങ്ങളിൽ ഇതിനെ പിടിച്ചെടുക്കാനുള്ള ദൈവത്തിൻ്റെ കൃപകൾ ഇന്ന് രാത്രി സഭയുടെ മേൽ പരിശുദ്ധാത്മാവ് പകരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇതുവരെയും ഈ കൈ മോശയുടെ മേലുണ്ടായിരുന്നു. പക്ഷേ ഇന്നെന്താ ഒരു പ്രത്യേകത? ഇന്ന് ആ കൈ റിവീലായി. ഇതുവരെ മറഞ്ഞു നിന്നത് എന്തോ, മറഞ്ഞു നിന്ന് തപ്പ്, മറഞ്ഞു നിന്ന കൃപാവരങ്ങൾ വെളിപ്പെട്ടു വരുന്നത് പോലെ ഈ ഉപവാസത്തിൽ കർത്താവ് സഭയോട് പറയുന്നു, മറഞ്ഞു നിന്ന ചില കൃപാവരങ്ങളെ കർത്താവിൻ്റെ ആത്മാവ് ഈ ഉപവാസത്തിൽ തുറക്കാൻ പോയി. സ്തോത്രം. തമ്പുരാൻ എല്ലാറ്റിനും സമയം വെച്ചിട്ടുണ്ട് രഞ്ജിത്ത് ബ്രദറെ. ഇതുവരെ മോശയ്ക്ക് അത് ഒപ്പത്തിനൊപ്പം നിന്നു. പക്ഷെ ഇപ്പം ദൈവം മോശയ്ക്ക് ഒരു പ്രത്യേക എസ്റ്റാബ്ലിഷ്മെന്റ് കൊടുത്തിട്ട് പറയുക, ഒരു അധികാരം, ഒരു അംഗീകാരം കൊടുത്തിട്ട് പറയുകയാണ്. മന്ത്രവാദികൾ തന്നെ ഫറവോനോട് പറയുകയാണ്, ഇത് മറ്റൊന്നുമല്ല, ഇത് ദൈവത്തിൻ്റെ വിരല. ഞാൻ മടങ്ങി വരിക. സ്തോത്രം. നമ്മുടെ വായിക്കുന്നത് എങ്ങനെയാണ്? സ്തോത്രം. പൊന്നും വെള്ളിയും ഭാര്യമാരെയും പുത്രിമാരെയും ഒക്കെ അവകാശം പറഞ്ഞു. പക്ഷേ നമ്മൾ കാണുന്നൊരു കാഴ്ചയുണ്ട്. മൂപ്പന്മാർ വന്ന് പറയാണ്, നീ സമ്മതിക്കരുത്. സ്തോത്രം. എന്നാൽ നമ്മൾ സമയം പോകുന്നതുകൊണ്ട് ഞാൻ എല്ലാം വിശദീകരിക്കുന്നില്ല. എന്നാൽ അവിടെ 13-ാമത്തെ വാക്യം ഒന്ന് നോക്കിയ. 13-ാമത്തെ വാക്യം, 20-ാം അധ്യായം 13-ാമത്തെ വാക്യം. എന്നാൽ ഒരു പ്രവാചകൻ ഇസ്രയേൽ രാജാവായ ആഹാബിന്റെ അടുക്കൽ വന്നു. നോക്കിക്കേ,
സ്തോത്രം. അല്പം ആത്മാവിൽ ധൈര്യപ്പെടാൻ, സ്തോത്രം, വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്തവന്റെ അടുക്കൽ ദൈവം ദൂത് പറയും. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കിയ മൂപ്പന്മാരുടെ കൂടെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയ ചിലരോട് കർത്താവ് ഇന്ന് രാത്രിയിൽ സംസാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രവാചകൻ ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ വന്ന് പറയാണ്, ഈ മഹാസംഘത്തെ ഒക്കെയും നീ കണ്ടോ? നിന്നേക്കാൾ വലുതായ, നിന്നേക്കാൾ പ്രബലമായ, നിന്നേക്കാൾ കരുത്തുള്ള ഈ വലിയ സംഘത്തെ നീ കണ്ടോ? കണ്ടു. സ്തോത്രം. അത് കണ്ടതുകൊണ്ടാണല്ലോ ഞാൻ ആദ്യമേ പരാജയം സമ്മതിച്ചത്. പക്ഷേ ഈ പ്രവാചകൻ വന്ന് പറയാണ്, ഈ മഹാസംഘത്തെ നീ കണ്ടോ? കണ്ടു. പക്ഷേ സ്തോത്രം, എന്നിട്ട് പറയാണ്, ഞാൻ ഇന്ന് അതിനെ നിന്റെ മുമ്പിൽ വലുതാക്കി പിശാച് പർവ്വതീകരിച്ച അതിനെ ഞാൻ ചെറിയവനായ നിന്റെ കയ്യിലോട്ട് തരാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ദൂതന്റെ ആഴങ്ങൾ മനസ്സിലാകുന്നുണ്ട്? സ്തോത്രം. ശത്രുവിന്റെ ദൃഷ്ടിയിൽ നീ ചെറിയ ഒരു ആട്ടിൻകൂട്ടമാ. ശത്രുവിന്റെ ദൃഷ്ടിയിൽ നീ ഒരു ചെറിയവനാ. ശത്രുവിന്റെ ദൃഷ്ടിയിൽ നീ ചെറിയവനാ. നിന്റെ രക്തബന്ധങ്ങളുടെ സമൂഹത്തിന്റെ നടുവിൽ നീ ഒരു ചെറിയവനാ. നിനക്ക് വലിയ വിദ്യാഭ്യാസമില്ല. നീ പറഞ്ഞാൽ ആര് അക്സെപ്റ്റ് ചെയ്യുന്നത്? നീ പറഞ്ഞാൽ ആര് അംഗീകരിക്കും? നിന്റെ വാക്കിന് ആര് വില കൽപ്പിക്കും? ഇങ്ങനെ നിന്റെ രക്തബന്ധങ്ങളുടെ നടുവിൽ, കൂടപ്പിറപ്പുകളുടെ നടുവിൽ, നിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നെ പലരും ചെറിയവനാക്കുമ്പോൾ കർത്താവ് പറയാണ്, നീ കണ്ടോ ഈ വലിയ സംഘത്തെ? ആ വലിയ സംഘത്തെ ചെറിയവനാക്കി നിന്നെ ചിത്രീകരിച്ച ആ കൈകളിലേക്ക് ഞാൻ ഇന്ന് രാത്രിയിൽ ഏൽപ്പിക്കും. ഇന്ന് രാത്രി നിന്റെ കയ്യിൽ പിശാച് പർവ്വതീകരിച്ച ചിലത് നിന്റെ കൈകളിൽ ദൈവം ഏൽപ്പിക്കാൻ പോകുക. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. രക്തത്താൽ ജയം. സ്തോത്രം, സ്തോത്രം. നമുക്കറിയാം, പിന്നീട് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കൊരു വസ്തുത അറിയാം. ആ വലിയ മഹാസംഘത്തെ ആ ചെറിയ ആട്ടിൻകുട്ടികളുടെ കയ്യിലേക്ക് ദൈവം ഏൽപ്പിച്ചു. ദൂത് മറക്കരുത്. ലൂക്കോസ് 12:32. ചെറിയ ആട്ടിൻകൂട്ടമേ, നിങ്ങൾ ഭയപ്പെടരുത്. എൻ്റെ പിതാവ് നിങ്ങൾക്ക് രാജ്യം തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു. നിന്നെ ചെറുതാക്കിയവരുടെ നടുവിൽ, നിന്നെ കൊച്ചാക്കിയവരുടെ നടുവിൽ, നിന്നെ ഇകഴ്ത്തിയവരുടെ നടുവിൽ, നീ ആരുമല്ലെന്ന് സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന ചിലർക്ക് നടുവിൽ ഇന്ന് രാത്രിയിൽ ആത്മാവ് പറയുന്നു, അതിനെ ഞാൻ നിന്റെ കൈകളിൽ ഏൽപ്പിക്കും. കണ്ണുകൾ അടയ്ക്കാം. പിതാവേ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി ഈ ദൈവസഭയെയും കർത്താവിൻ്റെ അഭിഷിക്തനെയും ഈ ദൈവസഭയാം കുടുംബങ്ങളെയും ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുന്നു. ഈ ഉപവാസത്തിൻ്റെ പുറകിലുള്ള വിഷയങ്ങൾ എന്താണെന്ന് അടിയൻ അറിയുന്നില്ല. എങ്കിലും ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പകർന്ന ഈ വചനവെളിപ്പാടിലും ഈ ദൂതിനകത്ത് നിന്ന് ഞങ്ങൾ ഒരുമിച്ച് കൽപ്പിക്കുന്നു. ഈ ജനത്തിൻ്റെ മീതെ നിൽക്കുന്ന, അവർക്ക് സ്വന്തം ബുദ്ധി കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത, എൻ്റെ ബുദ്ധിക്ക് എത്താത്ത വൻകാര്യങ്ങൾ എന്ന് സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ, എന്നാൽ കർത്താവേ, ഞങ്ങൾ ഇടപെടുന്നില്ല. ഞങ്ങളത് നിന്റെ കയ്യിലോട്ട് തരിക. ഞങ്ങളുടെ ബുദ്ധിക്കെത്താത്ത വൻകാര്യങ്ങളിൽ അങ്ങ് ഇടപെടുന്നത് കൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ കാര്യങ്ങളിൽ അങ്ങ് പ്രവർത്തിക്കുന്നത് കൊണ്ട് സ്തോത്രം. ദൈവസഭയ്ക്ക് വേണ്ടി കർത്തൃദാസൻ എന്ന അധികാരത്തിൽ ഞാൻ ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ ഓൺ ചെയ്തിരിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രഞ്ജിത്ത് ബ്രദറിനായി സ്തോത്രം. ആമേൻ. പ്രിയ റോസി ബ്രദറിനായി സ്തോത്രം. കർത്താവെ സഹായിക്കണമേ. ഈ രാത്രിയിൽ ഈ ദൈവസഭയുടെ മീതെ ഒരു വലിയ വിക്ടറിയെ ഞാൻ ആത്മാവിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ ചില കൃപാവരങ്ങൾ ഓപ്പറേറ്റഡ് ആകട്ടെ. മറഞ്ഞു നിന്ന് തപ്പ്, മറച്ചു വെച്ചിരുന്ന തപ്പ് മിരിയാമിൻ്റെ കയ്യിൽ വന്നതുപോലെ, മറഞ്ഞു നിന്നിരുന്ന ശുശ്രൂഷകൾ മോശയുടെ മേൽ തുറന്നു വന്നതുപോലെ ഈ സഭയുടെ മേൽ ഇനിയൊന്നും മറഞ്ഞല്ല. പ്രയോജനപ്പെടുന്നതൊന്നും മറഞ്ഞു പോകില്ല. പ്രയോജനപ്പെടേണ്ടവരെ ആരെയും പിശാച് സാമാന്യങ്ങൾക്കിടയിൽ മറച്ചു വെക്കരുത്. ഈ ദൈവസഭയിലുള്ള ഓരോ വിശ്വാസികളും പ്രയോജനമുള്ളവരായി പുറത്തു വരുവാൻ ഈ ഉപവാസം മുഖാന്തരമാക്കണമേ. അങ്ങയുടെ ദാസനെയും സഭയെയും അടിയൻ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ പൊതിയും സകല മഹത്വം അങ്ങെടുക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനത്താൽ, ഈ ആലോചനകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർക്കും ദൈവസഭയ്ക്കും വിശേഷാൽ രഞ്ജിത്ത് ബ്രദനും എൻ്റെ ക്രിസ്തുവിലുള്ള നന്ദിയും വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. പ്രാർത്ഥനയിൽ ഓർക്കണം എന്ന് അപേക്ഷിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ദൈവകരങ്ങളിലേക്ക് പിന്നെ നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം.
ഹല്ലേലൂയ. ഒരു നിമിഷം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.